ശാന്തി. അപ്പം ഇന്ന് 1/12/2024 അവ്യക്ത മുരളി, റിവൈസ് ഡേറ്റ് 18/1/2003. ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസം ബാബു ഉച്ചരിച്ച മുരളിയാണ്. ब्राह्मण जन्म की स्मृतियों द्वारा समर्थ बन सर्व को समर्थ बनावो. അപ്പം മുരളിയുടെ ഹെഡിങ് ബാബ പറയുന്നത്, ബ്രാഹ്മണ ജന്മത്തിൻ്റെ സ്മൃതിയിലൂടെ സമർത്ഥമായി മാറി സർവരെയും സമർത്ഥമാക്കൂ. ആജ് चारों ओर के सर्व स्नेही बच्चों के स्नेह के मीठे मीठे याद के भिन्न भिन्न बोल, स्नेह के मोती की मालाएं बाप दादा के पास अमृत वेले से भी पहले पहुँच गए. അപ്പോൾ ബാബ പറയണ, ഇന്ന് നാനാഭാഗത്തു നിന്നുള്ള സർവസ്നേഹികളായ കുട്ടികളുടെ സ്നേഹത്തിൻ്റെ മധുരമധുരമായ ഓർമ്മകൾ, ഭിന്ന ഭിന്നമായ വാക്കുകൾ, സ്നേഹത്തിൻ്റെ മുത്തുകളുടെ മാലകൾ എല്ലാം ബാബ് ദാദയുടെ അടുത്ത് അമൃതവേള മുതലേ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാ ബാബ. കാരണം സ്മൃതി ദിവസമാണല്ലോ, അതാ ബാബ പറയുന്നത്. बच्चों का स्नेह बाप दादा को भी स्नेह के सागर में समा लेता है. അപ്പോൾ ബാബ പറയുന്നത്, കുട്ടികളുടെ ഈ സ്നേഹം ബാബ് ദാദയെയും സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം. കുട്ടികളുടെ ഈ സ്നേഹം ബാബയെയും സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. ബാബ് ദാദാനെ ദേഖാ ഹർ ഏക് ബച്ചേ മേ സ്നേഹ കി ശക്തി അട്ടൂട്ട് ഹെ. അപ്പോൾ ബാബ് ദാദ എന്താ കണ്ടത്? ഓരോ കുട്ടികളിലും സ്നേഹത്തിൻ്റെ ആ ശക്തി എന്ന് പറയുന്നത് മുറിയാത്തതാണെന്ന് പറയാം. യഹ് സ്നേഹ കി ശക്തി ഹർ ബച്ചേ കോ സഹയോഗി ബനാ രഹി ഹെ. ഈ സ്നേഹത്തിൻ്റെ ഈ ശക്തിയാണ് എല്ലാ കുട്ടികളെയും, എന്താണ് ബാബ പറയുന്നത്, ഈ സ്നേഹത്തിൻ്റെ ശക്തി എല്ലാ കുട്ടികളെയും സഹജയോഗിയാക്കി മാറ്റിയിരിക്കുന്നു. സ്നേഹം ഉള്ളത് കൊണ്ട് സഹജമായിട്ട് അവർ യോഗിയായി മാറി എന്ന് പറയാം ബാബ. സ്നേഹ കെ ആധാർ പർ സർവ് ആകർഷണോം സെ ഉപരാം ഹോ ആകെ സെ ആകെ ബഡ് രഹേ ഹെ. അത് സ്നേഹത്തിൻ്റെ ഈ ആധാരത്തിലൂടെ സർവ ആകർഷണങ്ങളിൽ നിന്നും ഉപരാമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഈ ശക്തിയാണ് അതിൻ്റെ ആധാരം പറയാ ബാബ. ऐसा एक बच्चा भी नहीं देखा जिसको बाप दादा द्वारा या विशेष आत्माओं द्वारा न्यारे और प्यारे स्नेह का अनुभव ना हो. അപ്പോൾ ബാബ് ദാദ എന്താണ്, ബാബ് ദാദയിലൂടെ ഇല്ലെങ്കിൽ വിശേഷ ആത്മാവിലൂടെ ഈ സ്നേഹം, വേറിട്ട ഈ സ്നേഹത്തിൻ്റെ അനുഭവം ലഭിക്കാത്ത ഒരു കുട്ടിയെ പോലും ബാബ കണ്ടില്ല എന്ന് പറയാം. അപ്പോൾ ബാബയുടേതായി മാറിയിട്ടുണ്ടോ ബാബ് ദാദയിലൂടെ അല്ലെങ്കിൽ വിശേഷാത്മാവിലൂടെ ഈ വേറിട്ട സ്നേഹത്തിൻ്റെ അനുഭവം എല്ലാ കുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ലഭിക്കാത്ത ഒരു കുട്ടിയെ പോലും ബാബ കണ്ടില്ല എന്ന് പറയാം. हर एक ब्राह्मण आत्मा का ब्राह्मण जीवन का आदिकाल स्नेह की शक्ति द्वारा ही हुआ है. അപ്പം ബാബ പറയുന്നത്, ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും ബ്രാഹ്മണ ജീവിതം, ആദികാലത്തെ ആ ബ്രാഹ്മണ ജീവിതം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം ബാബ. നമുക്ക് ഓരോരുത്തർക്കും ഓർത്തു കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദികാലം. അതെങ്ങനെയാണ് നമ്മൾ ആ ആദ്യകാലത്തിൽ ഇത് ബാബയിൽ നിശ്ചയം വന്ന് നമ്മൾ നിന്നതും ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സ്നേഹത്തിൻ്റെ ശക്തി തന്നെയാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ബാബ്ദാദയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ശക്തി, ഇല്ലെങ്കിൽ നമുക്ക് വിശേഷാത്മാവിലൂടെ ലഭിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ ശക്തി തന്നെയാണ് എന്താണ് നമ്മളെ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദ്യകാലത്തിൽ നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത്.
അപ്പോൾ ബാബ ഇതാ പറയുന്നത്, ब्राह्मण जन्म की यह स्नेह की शक्ति वरदान बन आगे बढ़ा रही है. ബാബ പറയുന്നത് ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ശക്തി വരദാനമായിട്ട് മാറി നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. तो आज का दिन विशेष बाप और बच्चों के स्नेह का दिन है. അപ്പം അങ്ങനെയാകുമ്പോൾ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് വിശേഷിച്ചും ബാബയുടെയും കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ ദിവസമാണ് എന്ന് ബാബ പറയാം. ഹർ ഏകനെ अपने दिल में स्नेह के मोतियों की बहुत बहुत मालाएं बाप दादा को पहनाई. ബാബ പറയാണ്, ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഈ മുത്തുമാലകൾ, വളരെയധികം മുത്തുമാലകൾ ബാബ് ദാദയെ അണിയിച്ചു എന്ന് പറയാം. ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹത്തിൻ്റെ മുത്തുമാലകൾ ഓരോ കുട്ടികളും ബാബയെ അണിയിച്ചു. और शक्तियां आज के दिन मर्ज है लेकिन स्नेह की शक्ति इमर्ज है. മറ്റുള്ള ശക്തികളെല്ലാം ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്, പക്ഷെ സ്നേഹത്തിൻ്റെ ശക്തി ഇന്ന് പ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് പറയാം ബാബ. बाप दादा भी बच्चों के स्नेह के सागर में लवलीन है. ബാപ്ദാദയും കുട്ടികളുടെ ഈ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ എന്താണ് അലിഞ്ഞിരിക്കുകയാണെന്ന് പറയാം ബാബ. കുട്ടികളുടെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയും ബാബയുടെ സ്നേഹത്തിൻ്റെ ശക്തിയുമാണ് ഇവിടെ കാണിക്കുന്നത്. ആജ് കെ ദിൻ കോ സ്മൃതി ദിവസ് കൽത്തേ ഹോ. ഇന്നത്തെ ദിവസം സ്മൃതി ദിവസം എന്നാണല്ലോ പറയുന്നത്. स्मृति दिवस सिर्फ ब्रह्मा बाप के स्मृति का दिवस नहीं है, लेकिन बाप दादा कहते हैं आज और सदा यह याद रहे कि बाप दादा ने ब्राह्मण जन्म लेते ही आदि से अब तक क्या क्या स्मृतियां दिलाई है. ബാബ എന്താ പറയുക, ഇന്ന് കേവലം ബ്രഹ്മാബാബയുടെ സ്മൃതി ദിവസം മാത്രമല്ല, ബാബ പറയുന്നത്, ഈ ബാബ്ദാദ പറയാണ്, ഇന്നും അതുപോലെ സദാ എന്നും ഇത് നിങ്ങൾ ഓർമ്മ വയ്ക്കൂ. അതായത് നിങ്ങൾ ബ്രാഹ്മണ ജീവിതം എടുത്തതിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെ ബാബ്ദാദ നിങ്ങൾക്ക് എന്തെല്ലാം സ്മൃതികളാണ് ഉണർത്തിയിരിക്കുന്നത്. ബ്രാഹ്മണ ജീവിതം എടുത്തത് മുതൽ ആദ്യം മുതൽ ഇപ്പോൾ വരെ എന്തെല്ലാം സ്മൃതികളാണ് ബാബ്ദാദ നിങ്ങളെ ഉണർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ബാബ തന്ന സ്മൃതികളെല്ലാം നമുക്കറിയാം ബ്രാഹ്മണ കുട്ടികൾക്ക്, അല്ലേ? അപ്പം അതാണ് ബാബ ചോദിക്കുന്നത്. കേവലം ബ്രഹ്മാബാബയുടെ സ്മൃതി ദിവസം എന്ന് മാത്രമല്ല, എന്തൊക്കെ നോക്കണം, നമ്മൾ ബ്രാഹ്മണ ജീവിതം എടുത്തത് മുതൽ ഇന്ന് വരെ ബാബ്ദാദ നമ്മൾക്ക് എന്തെല്ലാം സ്മൃതികളാണ് ഉണർത്തിയിരിക്കുന്നത് എന്ന് നോക്കാൻ പറയാം ബാബ. वह स्मृतियों की माला याद करो बहुत बड़ी माला बन जाएगी. ആ സ്മൃതികളുടെ എല്ലാം മാല നിങ്ങൾ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ വളരെ വലിയ മാലയായി തീരുമെന്ന് പറയാതെ. സബ്സെ പഹലി സ്മൃതി സബ്കോ ക്യാ മിലി. ഏറ്റവും ആദ്യത്തെ സ്മൃതി എല്ലാവർക്കും, എന്ത് സ്മൃതിയാണ് ഏറ്റവും ആദ്യം എല്ലാവർക്കും ലഭിച്ചത് എന്ന് ബാബ ചോദിക്കാം. പഹല പാട് യാദ് ഹേന. ആദ്യത്തെ പാഠം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മേ കോൻ, ഞാൻ ആര്, അല്ലേ? ഇതാണ് ആദ്യത്തെ പാഠം. ഇസ് സ്മൃതിനെ ഹി നയാ ജന്മ ദിയ. വൃത്തി ദൃഷ്ടി സ്മൃതി പരിവർത്തൻ കർ ദി ഹേ. ബാബ പറയാണ്, ഈ ഒരു പാഠമാണ് അല്ലെങ്കിൽ ഈ ഒരു സ്മൃതിയാണ് നിങ്ങൾക്ക് പുതിയ ജീവിതം തന്നത്. അതുപോലെ വൃത്തി, മനോഭാവം, ദൃഷ്ടി, സ്മൃതി ഇതെല്ലാം പരിവർത്തനപ്പെട്ടത് ആദ്യത്തെ ഈ സ്മൃതിയിലൂടെയാണ് എന്ന് ബാബ പറയാം. ऐसी स्मृतियां याद आते ही रूहानी खुशी की झलक नयनों में मुख में आ ही जाती है. അപ്പോൾ ബാബ പറയണത്, ഇങ്ങനെയുള്ള സ്മൃതികൾ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ഓർമ്മ വരികയാണെങ്കിൽ ആ ആത്മീയ സന്തോഷം നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ മുഖത്തും കാണപ്പെടും എന്ന് ബാബ പറയാം. ബാബ തന്നിട്ടുള്ള ഓരോ സ്മൃതിയും നമ്മൾ ഓർക്കുമ്പോൾ
നമ്മളുടെ ആ ഒരു ആത്മീയ ലഹരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു തിളക്കം നമ്മുടെ മുഖത്തും കാണപ്പെടും, കണ്ണുകളിലും കാണപ്പെടും. ആപ്പ് സ്മൃതിയോം യാദ് കർത്തേ ഓർ ഭക്ത് മാലാ സിമരൻ കർത്തേ ഹേ. താങ്കൾ സ്മൃതികളാണ് ഓർമ്മിക്കുന്നത്, പക്ഷെ ഭക്തരെന്താണോ മാലയാണ് സ്മരിക്കുന്നത്. ഏക് ബി സ്മൃതി അമൃതവേളാസെ കർമ്മയോഗി ബന്നെ സമയ ബി ബാർ ബാർ യാദ് രഹേ തോ സ്മൃതി സമർത്ഥ സ്വരൂപ ബനാ ദേത്തി ഹേ. ക്യോंकि ജൈസി സ്മൃതി വൈസി ഹി സമർത്ഥ സ്വതഹി ആതി ഹേ. ബാബ പറയണത്, ഈ ഒരു സ്മൃതിയെങ്കിലും നിങ്ങൾ അമൃതവേള മുതൽ കർമ്മയോഗിയായി മാറുന്ന സമയത്തൊക്കെ നിങ്ങൾ അനേക തവണ ഇത് ഓർക്കുകയാണെങ്കിൽ, അതായത് ബാബ തന്നിട്ടുള്ള സ്മൃതികളിൽ ഒന്നെങ്കിലും നിങ്ങൾ അമൃതവേള മുതൽ കർമ്മയോഗി, അതായത് കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കില്ലേ, ആ സമയത്തെല്ലാം നിങ്ങൾ അനേക തവണ ഈ സ്മൃതിയെ ഓർക്കുകയാണെങ്കിൽ ആ സ്മൃതി തന്നെ എന്തുകൊണ്ടുവരും? സമർത്ഥ സ്വരൂപമായിട്ട് നിങ്ങളെ മാറ്റും. എന്തുകൊണ്ടാണ്? എങ്ങനെയാണോ സ്മൃതി അങ്ങനെയാണ് സമർത്ഥം, അല്ലെ? ആ സമർത്ഥത സ്വതവേ തന്നെ വരും. നമ്മളുടെ സ്മൃതി എങ്ങനെയാണോ അത് നമ്മൾക്ക് സ്വതവേ സമർത്ഥതയിലേക്ക് വരും. അപ്പൊ നമ്മൾ അമൃതവേള മുതൽ ഏതെങ്കിലും ഒരു സ്മൃതി സ്വരൂപമായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്മൃതി നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരും? സമർത്ഥതയിലേക്ക് കൊണ്ടുവരും എന്ന് ബാബ പറയാം. इसलिए आज के दिन को സ്മൃതി ദിൻ സാത്ത് സാത്ത് സമർത്ഥ ദിൻ कहते हैं. അതുകൊണ്ട് ബാബ പറയാണ്, ഇന്നത്തെ ദിവസം സ്മൃതി ദിവസവും കൂടിയാണ്, അതോടൊപ്പം എന്തിന്റെ ദിവസവും കൂടിയാണ്? സമർത്ഥതയുടെ ദിവസവും കൂടിയാണ് എന്ന് ബാബ പറയാം. സമർത്ഥതയുടെ ദിവസം എന്നുകൂടി ഇതിനെ പറയാം. സ്മൃതി ദിവസം മാത്രമല്ല, സമർത്ഥതയുടെ ദിവസം കൂടി എന്ന് പറയാം. ब्रह्मा बाप सामने आते ही बाप की दृष्टि पड़ते ही ആത്മാവോ മേം സമൃദ്ധി ആ ജാതി ഹേ. ഇപ്പൊ ബ്രഹ്മ ബാബ നമ്മുടെ മുന്നിൽ വരുമ്പോഴും ബാബയുടെ ദൃഷ്ടി നമ്മളിൽ പതിയുമ്പോഴും ആത്മാക്കൾക്ക് സമർത്ഥത കൈവരാറുണ്ട്. സബ് അനുഭവി ഹേ, എല്ലാവരും അനുഭവിയാണ് എന്ന് ബാബ പറയാം. സബി അനുഭവി ഹേന, എല്ലാവരും അനുഭവികളല്ലേ എന്ന് ബാബ ചോദിക്കാം. चाहे साकार रूप में देखा, चाहे अव्यक्त रूप की पालना से पलते अव्यक्त स्थिति का अनुभव करते हो, सेकंड में दिल से बाप दादा कहा और समर्थ स्वद ही आ जाती है. ഇപ്പൊ ബാബ പറയണത്, അത് സാകാര രൂപത്തിലാണെങ്കിലും കണ്ടതുപോലെയാണെങ്കിലും അതുപോലെ അവ്യക്ത രൂപത്തിൽ നിങ്ങൾ പാലന നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുകയാണെങ്കിലും സെക്കൻഡിൽ നിങ്ങൾ ഹൃദയത്തിൽ നിന്നും ബാപ്ദാദ എന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ എന്തായി മാറി? സമർത്ഥത കൈവന്നു. അതുകൊണ്ട് ഓ സമർത്ഥ ആത്മായേ, അബ് അന്യ ആത്മാവോം കോ അപ്പനി സമർത്ഥി സേ സമർത്ഥ ബനാവോ. അപ്പൊ ബാബ എന്താ പറയുന്നത്? അതുകൊണ്ട് അല്ലയോ സമർത്ഥ ആത്മാക്കളെ, നിങ്ങൾ ഇനി അന്യ ആത്മാക്കൾക്കും നിങ്ങളുടെ ഈ സമർത്ഥതയിലൂടെ അവരെയും സമർത്ഥമാക്കി മാറ്റൂ എന്ന് ബാബ പറയാം. ഉമംഗ് ഹേന, ഉത്സാഹമില്ലേ? ഹേ ഉമംഗ്, ഉത്സാഹമില്ലേ എന്ന് ബാബ ചോദിക്കാം. അസമർത്ഥ കോ സമർത്ഥ ബനാന ഹേന, അസമർത്ഥരെ സമർത്ഥമായി മാറ്റേണ്ടേ എന്ന് ബാബ ചോദിക്കാം. ബാബ് ദാദാനെ ദേക്കാക്കി चारों ओर कमजोर आत्माओं को സമർത്ഥ ബനാന കാ ഉമംഗ് അച്ഛാ ഹേ. ബാബ്ദാദ എന്താ കണ്ടത്? നാനാഭാഗത്തുമുള്ള ദുർബലരായ ആത്മാക്കളെയെല്ലാം സമർത്ഥരാക്കി മാറ്റുന്നതിന് നല്ല രീതിയിൽ ഉത്സാഹമുണ്ട് കുട്ടികൾക്ക്. ശിവരാത്രി കെ പ്രോഗ്രാം ധൂംധാം സെ ബനാ രഹേ ഹേ. ശിവരാത്രിയുടെ പ്രോഗ്രാമുകളെല്ലാം വളരെ ആഘോഷപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സബ്കോ ഉമംഗ് ഹേന, എല്ലാവർക്കും വളരെയധികം ഉത്സാഹമില്ലേ എന്ന് ബാബ ചോദിക്കാം. ജിസ്കോ ഉമംഗ് ഹേ ബസ് ഇസ് ശിവരാത്രി മേം കമാൽ കരേങ്കെ വഹ് കാത്തുടാവോ. അപ്പൊ ബാബ പറയാണ്, ആർക്കൊക്കെ ഉത്സാഹമുണ്ടോ ഈ ശിവരാത്രിയിൽ അത്ഭുതം കാണിക്കും എന്ന്, ആർക്കൊക്കെ ഉത്സാഹമുണ്ടോ അവര് കൈയുയർത്തൂ എന്ന് ബാബ പറയാം. ऐसी कमाल जो धमाल कदम हो जाए,
ഇങ്ങനെയുള്ള ഈ അത്ഭുതം ഈ ബഹളങ്ങളെയെല്ലാം അവസാനിപ്പിക്കണം. അത്രയ്ക്കും അത്ഭുതം കാണിക്കണം. അങ്ങനെയുള്ള അത്ഭുതമായിരിക്കണം എന്ന് പറയാ ബാബ. ജയ് ജയ്കാർ ഹോ ജായേ വാ വാ സമർത്ഥാത്മായേം വാ. അതായത് ഇങ്ങനെയുള്ള ജയ ജയാരവം വരണം. അതായത് ആഹാ സമർത്ഥ ആത്മാക്കളെ ആഹാ. സബി സോണിനെ പ്രോഗ്രാം ബനായ ഹൈന. എല്ലാ സോണുകാരും പ്രോഗ്രാം ഉണ്ടാക്കിയില്ലേ എന്ന് ബാബ ചോദിക്കാം. പഞ്ചാബിനെ ബി ബനായ ഹേന. പഞ്ചാബ് സോണും ഈ പ്രോഗ്രാം ഒക്കെ ശിവരാത്രി പ്രോഗ്രാം ഉണ്ടാക്കിയില്ലേ? അച്ഛാ ഹെ, വളരെ നല്ലതെന്ന് പറയാ ബാബ. ഭട്ടക്തി ഹുയി ആത്മായേം പ്യാസി ആത്മായേം അശാന്ത് ആത്മായേം ഏസി ആത്മാവോം കോ അഞ്ജലി തോ ദേതോ. അപ്പൊ ബാബ പറയാണ്, അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക്, അതുപോലെ ദാഹിക്കുന്ന ആത്മാക്കള്, അശാന്തരായിരിക്കുന്ന ആത്മാക്കൾ, ഇങ്ങനെയുള്ള എല്ലാ ആത്മാക്കൾക്കും അഞ്ജലി കൊടുക്കൂ എന്ന് ബാബ പറയാം. ഫിർ ബി ആപ്കെ ബായി ബഹിനോം ഹേ. അതുമാത്രല്ല, അവര് താങ്കളുടെ സഹോദരനും സഹോദരിയുമല്ലേ. ഇപ്പൊ നമ്മൾ ഈ അലഞ്ഞു തിരിയുന്ന ആത്മാക്കള്, അതുപോലെ ദാഹിക്കുന്ന ആത്മാക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് അവരാരാണ്? ശരിക്കും അവര് നമ്മളുടെ സഹോദരിയും സഹോദരനും തന്നെയാണ് അല്ലേ. ഒരു ബാബയുടെ മക്കളാണ് നമ്മൾ എല്ലാ ആത്മാക്കളും. അപ്പം ഈ അലഞ്ഞു തിരിയുന്നതും ദാഹിക്കുന്നതും ദുഃഖിക്കുന്നതും അശാന്തരുമായ ആത്മാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരനും സഹോദരിയും തന്നെയാണ്. അതാ ബാബ പറയുന്നത്, നിങ്ങളുടെ സഹോദരനും സഹോദരിയും അല്ലേ. തോ അപ്പനെ ഭായിയോം കെ ഊപ്പർ അപ്പനി ബഹനോം കെ ഊപ്പർ രഹം ആത്താഹേന. ഇപ്പൊ ബാബ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ തൻ്റെ സഹോദരൻ്റെ മേല് അല്ലെങ്കിൽ സഹോദരിയുടെ മേല് നിങ്ങൾക്ക് ദയ വരുന്നില്ലേ? ദേഖോ ആജ്കൽ പരമാത്മാക്കോ ആപദ് കാ സമയ യാദ് കർത്തെ ലേക്കിൻ ശക്തിയോം കോ देवताओं में भी गणेश है, हनुमान है और भी देवताओं को ज्यादा याद करते हैं. ഇപ്പൊ ബാബ പറയാണ്, ഇന്നത്തെ കാലത്ത് ഈ പരമാത്മാവിനെ ഓർമ്മിക്കുന്നത് ആപദ്ഘട്ടങ്ങളിലാണ്. പക്ഷെ ബാബ പറയാണ്, താങ്കൾ ശക്തികളെ അല്ലെങ്കിൽ താങ്കൾ ദേവതകളെ, അതില് ഗണേശൻ ഹനുമാനൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ദേവതകളെ എല്ലാം കൂടുതൽ കൂടുതൽ ഓർമ്മിക്കുന്നു എന്ന് പറയാം. തോ വഹ കോൻ ഹേ. അങ്ങനെയാണെങ്കിൽ അവർ ആരാണ്? ആ ദേവതമാരാരാണ് അല്ലെങ്കിൽ ആ ശക്തികൾ ആരാണ്? ആപ്പ് ഹി ഹോന. താങ്കൾ തന്നെയല്ലേ എന്ന് ബാബ ചോദിക്കാം. അപ്പൊ പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിനേക്കാളും കൂടുതൽ കൂടുതൽ നമ്മൾ ശക്തികളെയും ദേവതമാരെയും ഗണേശൻ ഹനുമാൻ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ തന്നെയാണല്ലോ. നമ്മളെ കൂടുതൽ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർമ്മിക്കുന്ന നമ്മൾ എന്ന് പറയാം, ആ ദേവതമാരും ശക്തികളും ആരാണ്? നമ്മൾ തന്നെയല്ലേ എന്ന് ബാബ ചോദിക്കുക. നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുക. ആപ്പുക്കോ റോസ് യാദ് കർത്തേ ഹേ. താങ്കളെയാണ് അവര് സദാ ഓർമ്മിക്കുന്നത്, കൂടുതൽ സമയം ഓർമ്മിക്കുന്നത്. പുക്കാർ രഹേ ഹേ ഹേ കൃപാലു ദയാലു രഹം കരോ കൃപാ കരോ. അവര് വിളിക്കുകയാണ്, അതായത് അല്ലയോ എന്താണ്, ദയ തരുന്നവനെ, കൃപ തരുന്നവനെ, കൃപ ചൊരിയുന്നവനെ, കൃപ ചൊരിയൂ, ദയ ചൊരിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് ബാബ പറയാം. സരാബി ഏക് സുഖ ശാന്തിക്ക് ബൂന്ത് ദേദോ. ബാബ പറയുന്നത്, അപ്പൊ അവരെങ്ങനെയാണ്? കൃപ തരൂ, ഒരു ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുന്നുണ്ട്. ആപ്പ് ദ്വാര ഏക് ബൂന്ത് കെ പ്യാസി ഹേ. താങ്കളിലൂടെ ഒരു തുള്ളി ശാന്തിയുടെ ഒരു തുള്ളി ശാന്തിക്കായിട്ട് അവർ ദാഹിക്കുകയാണ്. തോ ദുഃഖിയോം കാ പ്യാസി ആത്മാവോം കാ ആവാസ് ഹേ ശക്തിയാം ഹേ ദേവ് നെഹി പഹുഞ്ച് രഹാ ഹേ. അപ്പൊ ബാബ ചോദിക്ക, അപ്പോ ഈ ദുഃഖിതരുടെ അല്ലെങ്കിൽ ഈ ദാഹിക്കുന്ന ആത്മാക്കളുടെ ഈ ശബ്ദം അല്ലയോ ശക്തികളെ, അല്ലയോ ദേവാത്മാക്കളെ, നിങ്ങളിലേക്ക് എത്തുന്നില്ലേ എന്ന് ബാബ ചോദിക്കുക. പഹുഞ്ചി രഹാ ഹേന. എത്തുന്നില്ലേ? ഈ അവരുടെ ആ വിളി നിങ്ങളിലേക്ക് എത്തുന്നില്ലേ? കാരണം അവര് വിളിക്കുന്നത് ആരെയാണ്? നമ്മളെയാണ് വിളിക്കുന്നത്, ശക്തികളെയാണ്, ദേവതയെയാണ് അവർ വിളിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. അപ്പൊ ആ വിളി നിങ്ങളിലേക്ക് എത്തുന്നില്ലേ എന്ന് ബാബ ചോദിക്കുക. ബാബ് ദാദാ ജബ് പുക്കാർ സുൻതേ ഹേ തോ ശക്തിയോം കോ ഓർ ദേവോം കോ യാദ് കർത്തേ ഹേ. ബാബ്ദാദ കേൾക്കുന്നുണ്ട് ഇവര് വിളിക്കുന്നത്. അപ്പൊ ബാബ്ദാദ ഈ വിളി കേൾക്കുമ്പോൾ താങ്കൾ ശക്തികളെയും ദേവതകളെയുമാണ് ഓർക്കുന്നത് എന്ന് ബാബ്ദാദ പറയാം.
तो अच्छा प्रोग्राम ദാദി ने बनाया है ബാബാക്കു പസന്ത് ഹെ. അതുകൊണ്ട് നല്ല പ്രോഗ്രാം ദാദി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ബാബയ്ക്ക് ഇഷ്ടമായി എന്ന് പറയാം. സ്മൃതി ദിവസ് तो सदा ही है, लेकिन फिर भी आज का दिन स्मृति द्वारा सर्व समर्थियां विशेष प्राप्त की. अब कल से शिवरात्रि तक बाप दादा चारों ओर के बच्चों को कहते हैं कि यह विशेष दिन यही लक्ष्य रखो कि ज्यादा से ज्यादा आत्माओं को मनसा द्वारा, वाणी द्वारा व संबंध संपर्क द्वारा किसी भी विधि से संदेश रूपी अंजलि जरूर देना है. അപ്പോൾ ബാബ എന്താ പറയുന്നത്, ഇന്നത്തെ ദിവസം, ഇത് സ്മൃതി ദിവസം എന്ന് പറയുന്നത് സദാ ഉണ്ട്. ലേക്കിൻ ബാബ പറയുന്നത് ഇന്നത്തെ ദിവസം സ്മൃതിയിലൂടെ നിങ്ങൾക്ക് സർവസമർത്ഥതയുടെയും വിശേഷത പ്രാപ്തമായിട്ടുണ്ട്. ഇനി ഇന്ന് നാളെ മുതൽ നിങ്ങൾ ബാബ പറയുന്നത് ശിവരാത്രി വരെ ബാബ് ദാദ ഈ നാനാഭാഗത്തുമുള്ള കുട്ടികളോട് പറയുന്നത് എന്താണ്, ഈ വിശേഷ ദിവസം നിങ്ങൾ ഇങ്ങനെയൊരു ലക്ഷ്യം വെക്കൂ. അതായത് ബാബ പറയുന്നത് ഏറ്റവും കൂടുതൽ ആത്മാക്കൾക്ക് മനസ്സിലൂടെ, ശക്തിയിലൂടെ, മനസ്സിലൂടെ, വാക്കിലൂടെ, സംബന്ധ സമ്പർക്കത്തിലൂടെ, ഏത് വിധിയിലൂടെയാണെങ്കിലും നിങ്ങൾ സന്ദേശത്തിൻ്റെ അഞ്ജലി കൊടുക്കൂ. അപ്പം നമ്മൾ ഈ സ്മൃതി ദിവസം ഈ ഒരു ലക്ഷ്യം വയ്ക്കാൻ പറയാണ്. ഇന്ന് മുതൽ എന്താണ്, ശിവരാത്രി വരെ ഈ ഒരു ലക്ഷ്യം നമ്മൾ വെക്കണം. അതായത് ആത്മാക്കൾക്ക്, അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ, ദാഹിക്കുന്ന ആത്മാക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം നാനാഭാഗത്തു നിന്നുള്ള കുട്ടികളോടും ബാബ പറയാണ്, ഈ ഒരു വിശേഷ ദിവസം നിങ്ങൾ ഈ ഒരു ലക്ഷ്യം വെക്കണം. എത്രമാത്രം ആത്മാക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും അധികം ആത്മാക്കൾക്ക് നിങ്ങൾ മനസ്സിലൂടെയും വാക്കിലൂടെയും സംബന്ധ സമ്പർക്കത്തിലൂടെയും അല്ലെങ്കിൽ ഏത് വിധിയിലൂടെയായാലും കുഴപ്പമില്ല, സന്ദേശ രൂപത്തിൻ്റെ അഞ്ജലി കൊടുക്കൂ എന്ന് ബാബ പറയാം. संदेश रूप की अंजलि दे दो, अपना उल्हना उतार दो. बच्चे सोचते हैं अभी विनाश की डेट तो दिखाई नहीं देती है, तो कभी भी उल्हना पूरा कर लेंगे. അപ്പോൾ ബാബ പറയാണ്, താങ്കളുടെ പരാതി അവിടെ വെക്കൂ. അപ്പോൾ കുട്ടികൾ എന്താ ചിന്തിക്കുന്നത്, ഇതുവരെ വിനാശത്തിൻ്റെ ഡേറ്റ് ഒന്നും കാണപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ഇത് പിന്നീട് ഈ പരാതികളെല്ലാം പൂർത്തീകരിക്കാം. അപ്പൊ ബാബ പറയുന്നത് ലേക്കിൻ നെഹി, അങ്ങനെയല്ല. അഗർ അബി സെ ഉൽഹന പൂര നെഹി കരേഗേ തോ യഹ് ബി ഉൽഹന മിലേഗാ കി ആപ്നെ പഹലെ ക്യൂ നെഹി ബതായ. അപ്പൊ ബാബ പറയാണ്, ഈ നമ്മളെ വിളിക്കുന്ന, നമ്മളെ കൃപ ചൊരിയൂ, ദയ ചൊരിയൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആത്മാക്കളുടെ പരാതികളെല്ലാം അവസാനിപ്പിക്കാനാണ് പറയുന്നത് ബാബ. അപ്പം കുട്ടികൾ പറയാണ്, ഇതുവരെ വിനാശത്തിന്റെ ഡേറ്റ് ഒന്നും കാണപ്പെടുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ചെയ്യാം, പിന്നീട് ചെയ്യാന്നുള്ള രീതിയിൽ പറയാ കുട്ടികൾ. അപ്പൊ ബാബ പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഇനി ഒരു പരാതിയും കൂടി വരും. ഇപ്പൊ ഓൾറെഡി പരാതികളുണ്ട്, ഇനി ഒരു പരാതി കൂടി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതായത് എന്തുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞില്ല. അതായത് ബാബയുടെ സന്ദേശം നമ്മൾ എത്രമാത്രം വേഗം അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവോ അത്രയും വേഗം കൊടുക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ എന്താണ്, ലാസ്റ്റ് ആവുമ്പോൾ പറയില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല, അങ്ങനെ പറയില്ലേ. അപ്പം അതും ഒരു പരാതിയല്ലേ. അപ്പം ആ ഒരു പരാതി കൂടി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഇപ്പോഴുള്ള പരാതി നിങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തീകരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എന്തുകൊണ്ട് താങ്കൾ ആദ്യം പറഞ്ഞില്ല, ആ ഒരു പരാതി കൂടി കേൾക്കേണ്ടി വരുന്ന ബാബ പറയാം. ഹം ഭി കുച്ച് തോ ബനാ ദേത്തെ ഫിർ തോ സിർഫ് അഹോ പ്രഭു കഹേങ്കെ. അപ്പൊ ബാബ പറയണ, ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആകാലോ. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ പുരുഷാർത്ഥം ചെയ്യാം, അപ്പൊ അവർക്കും എന്തെങ്കിലും ആകാലോ. ഇല്ലെങ്കിൽ അവസാനം അവരെന്ത് പറയും, അവസാനം അവരും പറയും അഹോ പ്രഭു. അതായത് ലാസ്റ്റ് പറയാറില്ലേ ബാബ, എന്താ പറയാ, അതായത് അല്ലയോ പ്രഭു, അങ്ങയുടെ ലീലകൾ അപരമപാരം എന്ന് പറയും അല്ലേ. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇല്ല പക്ഷെ നമ്മൾ സന്ദേശം കൊടുക്കുകയാണെങ്കിലോ അവർക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കും. അതാണ് ബാബ പറയുന്നത്.
അതുകൊണ്ട് ബാബ പറയണത് ഉനേംബി കുച്ചു കുച്ചു തോ വർസാക്കി അഞ്ജലി ലേനേതോ, അവരും കുറച്ചൊക്കെ സമ്പത്തിന്റെ അധികാരം അവരെടുക്കട്ടെ അല്ലെ. അവർക്കും സമ്പത്തിന്റെ, എല്ലാ കുട്ടികളും ബാബയുടെ സമ്പത്തിന് അധികാരികളാണല്ലോ. നമ്മൾ കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളും ബാബയുടെ സമ്പത്തിന് അധികാരികളാണ്. അപ്പൊ അതാ ബാബ പറയുന്നത്, അവരും കുറച്ചൊക്കെ നമ്മൾ എത്രയും നേരത്തെ കൊടുക്കുന്നുവോ അത്രയും നേരത്തെ അവർക്ക് എന്ത് പറ്റും, സമ്പത്തിന്റെ അധികാരം എടുക്കാൻ പറ്റും, പുരുഷാർത്ഥം ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കൊടുക്കണം അവർക്ക്. നേരം വൈകി കൊടുത്ത് അവർക്ക് പിന്നെ സമയം ഉണ്ടാവില്ല പുരുഷാർത്ഥമൊന്നും ചെയ്യാൻ. അവരും ബാബയുടെ സമ്പത്തിന് അവകാശികളായി മാറി അവരും എന്തെങ്കിലും എടുക്കട്ടെ. അതാണ് ബാബ പറയുന്നത്. ഉനേം കോബി കുച്ച് സമയതോ, അവർക്കും നിങ്ങൾ കുറച്ച് സമയം കൊടുക്കൂ. ഏക് ബൂന്ദ് സേബി പ്യാസത്തോ ബുജാവോ, ഒരു തുള്ളി കൊണ്ട് അവരുടെ ആ ദാഹത്തെ നിങ്ങൾ ശമിപ്പിക്കൂ. പ്യാസ് കെ ലിയേ ഏക് ബൂന്ദ് ബി ബഹുത്ത് മഹത്വ വാലി ഹോത്തി ഹേ, അതായത് ദാഹിക്കുന്നവർക്ക് ഒരു തുള്ളി എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ മഹത്വമാണെന്ന് പറയാം. ഒരു തുള്ളി ദാഹിക്കുന്നവർക്ക് ഒരു തുള്ളി കൊടുക്കുക എന്ന് തന്നെ എന്താണ്, വളരെ വലിയ മഹത്വമായ കാര്യമാണെന്ന് ബാബ പറയാം. तो यही प्रोग्राम है ना कि कल से लेके बाप दादा भी हरी झंडी नहीं नगाड़ा बजा रहे हैं कि आत्माओं को हे तृप्त आत्माए സന്ദേശ് ദോ. അപ്പൊ ബാബ പറയുന്നത്, ബാബ്ദാദ നാളെ മുതൽ പച്ചക്കൊടി കാണിക്കില്ല, അതായത് പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കും. അതായത് എന്താണ്, ആത്മാക്കൾക്ക് വേണ്ടി പെരുമ്പറ മുഴക്കും. അതായത് അല്ലയോ തൃപ്ത ആത്മാക്കളെ, സന്ദേശം കൊടുക്കൂ എന്ന് പറഞ്ഞു. കം സേ കം ശിവരാത്രി പർ ബാപ്പ് കെ ബർത്ത്ഡേ കാ മുഖ് തോ മീഠാ കരേക്കി ഹമേം സന്ദേശ് മിലാ ഗയാ. ബാബ പറയുന്നത്, കുറഞ്ഞത് ശിവരാത്രിയില്, അതായത് ബാബയുടെ ബർത്ത്ഡേയുടെ അന്നെങ്കിലും കുട്ടികൾ ഇങ്ങനെ അവരുടെ വായില് മധുരം വരണം. എങ്ങനെയുള്ള മധുരം? ഞങ്ങൾക്കും സന്ദേശം കിട്ടി എന്ന മധുരം. അപ്പൊ ബാബ പറയുന്നത്, കുറഞ്ഞ പക്ഷം നിങ്ങൾ ശിവരാത്രിയുടെ അന്നെങ്കിലും അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കണം. എന്താണ്? ഞങ്ങൾക്കും സന്ദേശം കിട്ടി എന്നുള്ള ആ മധുരമായ മിഠായി അവരുടെ വായിൽ വരണം എന്ന് ബാബ പറയാം. സന്ദേശ് മിൽ ഗയാ. യഹ് ദിൽകുഷ് മിഠായി സബീ കോ സുനാവോ ഖിലാവോ. ഈ ദിൽകുഷ് മിഠായി നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കൂ, അതുപോലെ തന്നെ കഴിപ്പിക്കൂ. അതായത് ബാബ വന്നിരിക്കുന്നു, ബാബ സ്വയം ഭഗവാൻ നമ്മുടെ അച്ഛനാണ്, ബാബ വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദേശം എല്ലാം കൊടുക്കുമ്പോൾ അവർക്കും എന്താണ്, ആ ഒരു മധുരം അവരുടെ വായിൽ വരും. ഞങ്ങൾക്കും സന്ദേശം കിട്ടി എന്നുള്ളത്. സാധാരണ ശിവരാത്രി നെഹി മനാന കുച്ച് കമാൽ കർക്കെ ദിക്കാന. അപ്പൊ ബാബ പറയണത്, സാധാരണ ശിവരാത്രി ഒന്നും നിങ്ങൾ ആഘോഷിക്കേണ്ട, എന്തെങ്കിലും അത്ഭുതം ചെയ്ത് കാണിക്കൂ എന്ന് ബാബ പറയാ. ഉമങ്ക് ഹേ, നിങ്ങൾക്ക് ഉത്സാഹമുണ്ടോ? പഹലി ലൈൻ കോ ഹേ, അതായത് ആദ്യം ഇരിക്കുന്ന വരിക്കാർക്ക് ഉത്സാഹമുണ്ടോ? ബഹുത്ത് ധൂം മച്ചാവോ, നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ പറയാ. കം സേ കം യഹ് തോ സമജേക്കി ശിവരാത്രി കാ ഇത്നാ ബഡാ മഹത്വ ഹേ. കുറഞ്ഞ പക്ഷം ബാബ പറയുന്നത് ഇതെങ്കിലും അവർക്ക് മനസ്സിലാകണം, ശിവരാത്രിക്ക് ഇത്രയും മഹത്വമുണ്ട്, അതെങ്കിലും അവർ മനസ്സിലാക്കണം എന്ന് പറയാം. ഹമാരെ ബാപ്പ് കാ ജന്മദിൻ ഹേ സുൻകെ ഖുഷി തോ മനായേ. അതായത് എൻ്റെ അച്ഛൻ്റെ ജന്മദിനമാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ ജന്മദിനമാണ്, അത് കേട്ടിട്ട് അവർക്ക് അത്രയും സന്തോഷം കൊണ്ട് അവർ ആഘോഷിക്കണം അല്ലേ. അപ്പൊ ശിവരാത്രിക്ക് അത്രയും മഹത്വം ഉണ്ടെന്നെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് പറയാ ബാബ. അതായത് ശിവരാത്രി, ശിവൻ എന്ന് പറയുന്നത് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് അവർ ആഘോഷിക്കണം അല്ലേ. ബാപ്ദാദാനെ ദേക്കാക്കി അമൃതവേളെ മജോറിറ്റി കാ യാദ് ഓർ ഈശ്വരീയ പ്രാപ്തിയാം കാ നശ ബഹുത് അച്ഛാ രഹതാ ഹേ. ബാപ്ദാദ എന്താ കണ്ടത്? അമൃതവേളയില് ഭൂരിപക്ഷം കുട്ടികളും ഓർമ്മയിലും അതുപോലെ തന്നെ ഈശ്വരനിൽ നിന്നും കിട്ടിയ പ്രാപ്തികളിലുമെല്ലാം ഉള്ള ലഹരി വളരെയധികം കണ്ടു കുട്ടികളിൽ ബാബ. ലേക്കിൻ കർമ്മയോഗി की स्टेज में जो अमृतवेला का नशा है
ഉസ്സെ അന്തർ പട് ജാത്താ ഹെ. പക്ഷെ കർമ്മയോഗി എന്നുള്ള സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്രത്തോളം ലഹരി അമൃതവേളയിൽ ഉണ്ടായിരുന്നോ അത്രക്കില്ല, അതിലൊരു അന്തരം കാണപ്പെടുന്നു എന്ന് ബാബ പറയാം. കാരണം ക്യാ ഹേ, അതിന് കാരണം എന്താ എന്ന് ബാബ ചോദിക്കാം. കർമ്മ കർത്തെ സോൾ കോൺഷ്യസ് ഓർ കർമ്മ കോൺഷ്യസ് ദോനോം രഹതാ ഹേ. അപ്പം അതിന് കാരണം ബാബ പറയുന്നത് കർമ്മം ചെയ്യുന്ന സമയത്ത് ആത്മബോധവും കർമ്മബോധവും രണ്ടും വരുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം ബാബ പറയാം. ഇസ്കി വിധി ഹേ കർമ്മ കർത്തെ മേ ആത്മാ കോൺസി ആത്മാ വഹുതോ ജാനത്തെ ഹി ഹോ जो भिन्न भिन्न आत्मा के समान मिले हुए हैं. ऐसी आत्मा करावनहार होकर इन कर्मेंद्रियों द्वारा कर्म कराने वाली हो. അപ്പം ബാബ അതിൻ്റെ വിധി പറയാണ്. അതായത് നമ്മൾക്ക് കർമ്മയോഗി സ്റ്റേജിൽ വരുമ്പോൾ ആ ഒരു ലഹരി കാണപ്പെടുന്നില്ല എന്ന് ബാബ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാന്ന് ബാബ ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ കാരണവും ബാബ പറയുന്നുണ്ട്, അതിൻ്റെ വിധിയും പറയുന്നുണ്ട്. കാരണം പറയുന്നത് എന്തുകൊണ്ടാ? കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ബോധവും വരാം, ആത്മബോധവും വരുന്നു, കർമ്മബോധവും വരുന്നു. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള വിധി ബാബ എന്താ പറയുന്നത്? കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ആത്മാവ്. എങ്ങനെയുള്ള ആത്മാവ്? എങ്ങനെയുള്ള ആത്മാവ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ എന്ന് ബാബ പറയാം. കാരണം നിങ്ങൾക്ക് ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സമാനം ലഭിച്ചിട്ടുണ്ട് ആത്മാവിന്, അല്ലേ? അപ്പൊ ബാബ പറയണത് ഞാൻ ആത്മാവ്, ഏസി ആത്മാ. അതായത് ഞാൻ ആത്മാവ് എന്നുള്ളതിൽ എന്ത് സമാനം വേണമെങ്കിലും നമുക്ക് എടുക്കാം, അല്ലേ? അത്രയ്ക്കധികം സമാനം ബാബ തന്നിട്ടുണ്ട്. കരാവൻഹാർ ഹോക്കർ, അതായത് ചെയ്യിക്കുന്ന ആളായി മാറി ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ബാബ അതിൻ്റെ വിധി പറയുന്നത്. യഹ് കർമ്മേന്ദ്രിയ കർമ്മചാരി ഹേ. ഈ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മചാരികളാണ്. ലേക്കിൻ കർമ്മചാരിയോം സെ കർമ്മ കരാനെ വാലി മേ കരാവൻഹാർ ഹോം. പക്ഷേ ഈ കർമ്മചാരിയിൽ കൂടി കർമ്മം ചെയ്യിപ്പിക്കുന്ന ഞാനാണ് ചെയ്യിക്കുന്ന ആൾ, അല്ലേ? ഈ കർമ്മേന്ദ്രിയങ്ങളുണ്ടല്ലോ നമ്മുടെ, ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കുന്ന ആൾ ആരാണ്? ഞാനാണ്. ഞാൻ ആത്മാ, വേറിട്ടതാണ്, ന്യാരീഹോം എന്ന് ബാബ പറയാം. അപ്പം ഞാൻ ആത്മാവ്, ഈ ശരീരമാകുന്ന കർമ്മേന്ദ്രിയങ്ങൾ, അല്ലെ? ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്ന ആള് ഞാനാണ്. അപ്പം ഞാൻ വേറിട്ടതാണ്, ഞാൻ വേറെയാണ്, അല്ലേ? നമ്മൾ ഒരാളെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആളല്ലല്ലോ, നമ്മൾ ആ ആളിൽ നിന്നും വേറിട്ട ഒരാളല്ല. നമ്മൾ ആ ഒരാളെ കൊണ്ട് ഒരു കർമ്മം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറിട്ടതാണ്, നമ്മൾ ആളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന ആളാണ്. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഞാൻ ആത്മാവാണ്. ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്ന ആളാണ്. അങ്ങനെയായിരിക്കണം നമ്മുടെ സ്ഥിതി. അതാ ബാബ പറയുന്നത്. ക്യാ ലൗകിക് മേം ഭി ഡയറക്ടർ അപ്പനെ സാത്തിയോം സെ निमित्त सेवा करने वालों से सेवा कराते, डायरेक्शन देते, ड्यूटी बजाते भूल जाता है कि मैं डायरेक्टर हूँ. അപ്പം ബാബ അതൊരു ഉദാഹരണം നമുക്ക് കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡയറക്ടർ, അല്ലേ? ഡയറക്ടർ എന്താ ചെയ്യുക? നിമിത്തമായിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഡയറക്ഷൻ കൊടുക്കും, അല്ലേ? ഒരു ഡയറക്ടർ എല്ലാവർക്കും ഡയറക്ഷൻ, നിമിത്തമായി സേവനം ചെയ്യുന്ന എല്ലാവർക്കും, തൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കും ചെയ്യും, സ്വയം ഡ്യൂട്ടിയും ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഡയറക്ടറാണ് എന്ന കാര്യം മറക്കാറുണ്ടോ? മറക്കാറില്ലല്ലോ. അതുപോലെയാണ് നമ്മൾ. ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുകയാണ്. അപ്പം ഞാൻ ആത്മാവെന്നുള്ള കാര്യം ഞാൻ മറക്കരുത്. അതാണ് ബാബ പറയുന്നത്. तो अपने को करावनहार शक्तिशाली आत्मा हो यह समझकर कार्य करावो. അപ്പം ബാബ പറയുന്നത്, അപ്പോൾ സ്വയത്തെ ഞാൻ ശക്തിശാലിയായി ചെയ്യിപ്പിക്കുന്ന ആത്മാവാണെന്ന് മനസ്സിലാക്കി കാര്യം ചെയ്യിക്കൂ. അപ്പം ഞാൻ ആത്മാവ് ശക്തിശാലിയായി കർമ്മം ചെയ്യിപ്പിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സ്ഥിതിയിലിരുന്ന് കർമ്മം ചെയ്യിക്കൂ എന്ന് ബാബ പറയാം. യഹ് ആത്മാ ഓർ ശരീർ
വഹ് കരൺഹാർ ഹേ വഹ് കരാവൻഹാർ ഹേ. അതായത് ഈ ആത്മാവും ശരീരവും, ഒരാൾ ചെയ്യിപ്പിക്കുന്ന ആളാണ്, ഒരാൾ ചെയ്യുന്ന ആളാണ്. യഹ് സ്മൃതി മർജ് ഹോ ജാതി ഹെ. ഈ സ്മൃതി എല്ലാവരിലും അപ്രത്യക്ഷമായിരിക്കുകയാണ്. എല്ലാവർക്കും എന്താണ്? ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചെയ്യിക്കുന്നു, ഞാൻ ആത്മാവ് ചെയ്യിക്കുന്നു. ഏതിലൂടെ? ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ. അത് നമുക്ക് സ്മൃതി ഉണ്ടാകണം എപ്പോഴും. ആ സ്മൃതിയാണ് ഇല്ലാതായത്. ആ സ്മൃതി ഇല്ലാതായപ്പോൾ നമുക്ക് എന്ത് വരുന്നു? രണ്ട് കോൺഷ്യസും വരുന്നു. അതായത് ആത്മബോധവും വരുന്നു, കർമ്മബോധവും വരുന്നു. അത് വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്താണ് ഈ കർമ്മയോഗി സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ആ ലഹരി വരാത്തത് എന്ന് ബാബ പറയാം. അപ്പൊ ബാബ എന്നിട്ട് പറയാണ്, യഹ് സ്മൃതി മർജ് ഹോ ജാതി ഹെ. ഈ സ്മൃതി എല്ലാവരിലും അപ്രത്യക്ഷമായി. ആപ് സബ്കോ പുരാനെ ബച്ചോം കോ മാലൂം ഹെ കി ബ്രഹ്മ ബാപ്പിനെ ശുരു മേൻ ക്യാ അഭ്യാസ് കിയ. അപ്പൊ ബാബ ചോദിക്കുക, നിങ്ങളെല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് പഴയ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മ ബാബ തുടക്കത്തിൽ എന്ത് അഭ്യാസമാണ് ചെയ്തത്? ഏക് ഡയറി ദേക്കി ദീന. ഒരു ഡയറി നിങ്ങൾ കണ്ടിട്ടില്ലേ? സാരി ഡയറി മേ ഏക് ഹി ശബ്ദ് മേ ബി ആത്മാ, യശോദ ബി ആത്മാ, യഹ് ബच्चे ബി ആത്മാ ഹേ, ആത്മാ ഹേ, ആത്മാ ഹേ. യഹ് ഫൗണ്ടേഷൻ സദാ കാ അഭ്യാസ് കിയ. ബ്രഹ്മബാബ തുടക്കത്തിലൊക്കെ എന്താ അഭ്യാസമാണ് ചെയ്തത് എന്ന് ബാബ ചോദിക്കുക. നിങ്ങൾ ഡയറി കണ്ടിട്ടില്ലേ? ഡയറിയിൽ എന്തായിരുന്നു? എല്ലാ ഡയറിയിലും ബാബ ഒരേ ഒരു ശബ്ദമാണ് എഴുതിയിരുന്നത്. ഞാൻ ആത്മാവ്, യശോദ ആത്മാവ്, ഈ കുട്ടി ആത്മാവ്, ഇന്നാളാത്മാവ്, ആത്മാവ് എന്ന് പറഞ്ഞുള്ള ആ ഒരു അടിത്തറ, ആ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതാണ് ബാബ നിരന്തരം അഭ്യാസം ചെയ്തത്. സദാ ബാബ ചെയ്തിരുന്നു അത്. യഹ് തോ പഹല പാട് മേ കോൻ. ഇതാണ് ആദ്യത്തെ പാഠം, ഞാൻ ആര്. ഇസ്കാ ബാർ ബാർ അഭ്യാസ് ചാഹിയെ. ഇതിൻ്റെ പല പല തവണയുള്ള അനേക പ്രാവശ്യത്തെ അഭ്യാസം വേണം. ഈ ഒരു ആദ്യത്തെ പാഠമുണ്ടല്ലോ, ഞാൻ ആര് എന്ന ആദ്യത്തെ പാഠമുണ്ടല്ലോ, ഇതിൻ്റെ വളരെ അനേക തവണയുള്ള അഭ്യാസം വേണം. ഇതാണ് ബ്രഹ്മ ബാബ ആദ്യം ചെയ്തത് എന്ന് ബാബ പറയാം. ഇസ്കാ ബാർ ബാർ അഭ്യാസ് ചാഹിയെ, ചെക്കിംഗ് ചാഹിയെ. അപ്പൊ ബാബ പറയണ ഇതിൻ്റെയാണ് നിങ്ങൾക്ക് അനേക പ്രാവശ്യമുള്ള അഭ്യാസവും വേണം, പരിശോധനയും വേണം. ഏസാ നഹി മേത്തോ ഹൂം ഹി ആത്മാ. അപ്പൊ ബാബ പറഞ്ഞ ഇങ്ങനെയല്ല, ഞാൻ ആത്മാവ് തന്നെയാണല്ലോ. അപ്പൊ കുട്ടികളുടെ അടുത്ത് ഞാൻ ആത്മാവാണ് എന്നുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ബാബ മനസ്സിലാക്കി കൊടുത്തു, നിങ്ങൾ ആത്മാക്കളാണ്. അപ്പൊ കുട്ടികൾ വിചാരിക്കലാണോ ഞങ്ങൾ ആത്മാക്കളാണല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്നാൽ പോരാ, അഭ്യാസം ചെയ്യണം. ബ്രഹ്മബാബ അതാണ് പക്കയാക്കിയതെന്ന് പറയാം. അനുഭവ് കരേക്ക് മേ ആത്മാ കരാവൻഹാർ ബൻ കർമ്മ കരാരഹി ഹോം. ബാബ പറയുന്നത് അനുഭവം ചെയ്യണം. അതായത് ഞാൻ ആത്മാവ് ചെയ്യിപ്പിക്കുന്ന ആളായി മാറി കർമ്മം ചെയ്യിക്കുകയാണ്. ഈ അനുഭവം ചെയ്യണമെന്ന് ബാബ പറയാ. അല്ലാതെ ഞാൻ ആത്മാവ് തന്നെയാണല്ലോ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അനുഭവം ചെയ്യണം. കരാവൻഹാർ അലഗ് ഹേ, കരൻഹാർ അലഗ് ഹേ. ബാബ പറയണത് ചെയ്യിപ്പിക്കുന്ന ആള് വേറെയാണ്, ചെയ്യുന്ന ആള് വേറെയാണ്. ബ്രഹ്മ ബാപ്പ് കാ ദൂസര അനുഭവ് ബി സുനാ ഹേ കി യഹ് കർമ്മേന്ദ്രിയാം കർമ്മചാരി ഹേ തോ റോസ് രാത് കി കച്ഹരി സുനി ഹേന. ബാബ പറയാണ്, ബ്രഹ്മ ബാബയ്ക്ക് വേറൊരു അനുഭവം കൂടിയുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് ഈ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മചാരികളാണ്. അപ്പൊ ബാബ എന്താ ചെയ്യുക? എല്ലാ ദിവസവും രാത്രി സഭ കൂടും, അല്ലെ, കച്ചേരി കൂടും. ആരെടുത്ത്? ആ സമയത്ത് ബാബ ഞാൻ ആത്മാന്നുള്ള ആ മാലിക്, ഞാൻ ആത്മാവ് എന്താണ് മാലിക്കാന്നുള്ളത് മനസ്സിലാക്കി എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെ അടുത്തും വിശേഷങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മചാരികളാണ് എന്ന് ബാബ മനസ്സിലാക്കിയിട്ട് ബാബ എന്നും രാത്രി കച്ചേരി കൂടുമായിരുന്നു. ആ കൂടുമ്പോൾ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ അടുത്തും ബാബ വിശേഷങ്ങൾ ചോദിക്കും. എന്നിട്ട് ബാബ തന്നെ പറയാറുണ്ട് അനുഭവം, ഏതെങ്കിലും കർമ്മേന്ദ്രിയം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാബ സ്വയം ശിക്ഷിക്കുമായിരുന്നു. അതും ബാബ ചെയ്തിരുന്നു. ഇതൊക്കെ ബാബ ചെയ്തിരുന്ന അഭ്യാസങ്ങളാണ്, തുടക്കത്തിലേ ചെയ്തിരുന്ന അഭ്യാസമാണ്. അതാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
तो मालिक बन इन कर्मेंद्रियों रूपी कर्मचारियों से हालचाल पूछा है ना, तो जैसा ब्रह्मा बाബ ने यह അഭ്യാസ് ഫൗണ്ടേഷൻ बहुत പക്കാ കിയ. അങ്ങനെയാണ് ബ്രഹ്മ ബാബ ഈ അടിത്തറയുള്ള അഭ്യാസമല്ലേ, അടിത്തറ നമ്മളുടെ ഞാൻ ആര്, ഞാൻ ആത്മാവെന്നുള്ള ആ ബേസിക്, ആ ഒരു ഫൗണ്ടേഷൻ ബാബ പക്കയാക്കിയത് അങ്ങനെയാണ് പറയാം. इसलिए जो बच्चे लास्ट में भी साथ रहे उन्होंने क्या അനുഭവ കിയ. അപ്പം ബാബ പറയണ ഇതുകൊണ്ട് എന്താ ഉണ്ടായത്, ഏതൊക്കെ കുട്ടികളാണോ ലാസ്റ്റ് വരെ ബ്രഹ്മ ബാബയുടെ കൂടെ ഉണ്ടായിരുന്നത് അവര് എന്തനുഭവമാണ് ചെയ്തത് എന്ന് ബാബ ചോദിക്കാം. कि बाप कार्य करते भी शरीर में होते हुए भी अशरीरी स्थिति में चलते फिरते അനുഭവ होता रहा. അപ്പം ബാബ നമുക്ക് ബ്രഹ്മ ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എങ്ങനെയുള്ള അനുഭവമാണ് കിട്ടിയതെന്ന് ബാബ ചോദിക്കാം. അതായത് ബ്രഹ്മ ബാബ കാര്യം ചെയ്യുമ്പോഴും ശരീരത്തിൽ ഉണ്ടായിരുന്നിട്ടും അശരീരി സ്ഥിതിയുടെ, അതായത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴുമെല്ലാം അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യിച്ചു കുട്ടികൾക്ക്. അങ്ങനെയുള്ള അനുഭവമാണ് ബ്രഹ്മ ബാബയിൽ നിന്ന് കിട്ടിയത്. ബാബ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ശരീരത്തിലുമുണ്ട്, പക്ഷെ അശരീരി സ്ഥിതി, ആ ഒരു അനുഭവമാണ് ബ്രഹ്മ ബാബയിൽ നിന്നും പണ്ടുള്ള കുട്ടികൾ, കൂടെയുണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം ലഭിച്ചിരുന്നത് എന്ന് ബാബ പറയാം. ചാഹേ कर्म का हिसाब भी चुप तो करना पड़ा लेकिन साक्षी हो, ना स्वयं कर्म के हिसाब के वश रहे ना औरों को कर्म के हिसाब किताब चुप होने का अनुभव कराया. അപ്പം ബാബ എന്താ ചെയ്തത്, ബ്രഹ്മബാബയ്ക്കും കർമ്മത്തിന്റെ കണക്കുകൾ ഉണ്ടായിരുന്നു തീർക്കാൻ. ബ്രഹ്മബാബ അതെങ്ങനെയാ തീർത്തത്, സാക്ഷിയായി മാറി. ഒരിക്കലും കർമ്മക്കണക്കിനെ ബ്രഹ്മബാബ വശപ്പെട്ടിരുന്നില്ല. അതായത് കർമ്മത്തിന്റെ കണക്കുകൾ വരുമല്ലോ നമുക്ക്, അത് പല രീതിയിൽ വരും, പുറത്തുനിന്ന് വരും, നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വരും, ഒക്കെ കർമ്മത്തിന്റെ കണക്ക് പല രീതിയിൽ വരും. പക്ഷെ ബ്രഹ്മബാബ ഒരിക്കലും ഈ കർമ്മക്കണക്കിന് വശപ്പെട്ടിരുന്നില്ല. അതുപോലെ മറ്റുള്ളവരുടെ കർമ്മക്കണക്കിനും ബാബ വശപ്പെട്ടിരുന്നില്ല. ബാബ സ്വയം സാക്ഷിയായി മാറി, എല്ലാത്തിനും സാക്ഷിയായി മാറി. സ്വന്തം കർമ്മക്കണക്കുകളും ബാബ തീർത്തു, മറ്റുള്ളവരുടെ കർമ്മക്കണക്കുകൾ തീർക്കാൻ അവരെയും അനുഭവം ചെയ്യിപ്പിച്ചു എന്ന് പറയാം. അതായിരുന്നു ബ്രഹ്മബാബ. അത് ബാബ എങ്ങനെയാണ് അനുഭവം ഇതൊക്കെ ചെയ്തത്, ബഹുത്ത് കാൽക്ക അഭ്യാസ്, അതായത് ബാബ പക്കയാക്കിയിരുന്നു ഞാൻ ആര് എന്നുള്ള ആ ഒരു പാഠം ബാബ എഴുതി പ്രാക്ടീസ് ചെയ്ത് പക്കയാക്കിയിരുന്നു. അതാണ് ബ്രഹ്മബാബയ്ക്ക് ആ ഒരു അനുഭവം എല്ലാം ചെയ്യിപ്പിക്കാൻ സാധിച്ചത്. അതാണ് ബാബ പറയുന്നത്. आपको मालूम पड़ा कि ब्रह्मा बाप अव्यक्त हो रहा है, नहीं मालूम पड़ाना. അപ്പൊ ബാബ ചോദിക്കുകയാണ്, അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നോ ബ്രഹ്മ ബാബ അവ്യക്തമാകാൻ പോവുകയാണെന്ന്? അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് ബാബ ചോദിക്കുക. കാരണം കുട്ടികൾക്ക് ആർക്കും മനസ്സിലായില്ല ബ്രഹ്മ ബാബ അവ്യക്തമാകാൻ പോവുകയാണെന്നുള്ളത്. കാരണം കുട്ടികൾ കാണുമ്പോഴേ ബാബ എന്താണ്, അശരീരി സ്റ്റേജാണ്. ബാബാനെ സാകാരത്തിൽ കാണുമ്പോഴും ബാബ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴുമെല്ലാം ബാബയുടെ സ്ഥിതി എന്ന് പറയുന്നത് അശരീരി സ്ഥിതിയാണ്. കുട്ടികൾക്കും അത് അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാബ അവ്യക്തമാകാൻ പോകുന്ന സമയത്തും കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു അനുഭവം തോന്നിയില്ല. കാരണം ബാബ ഓൾറെഡി അശരീരി സ്റ്റേജിലുള്ള അനുഭവം ചെയ്യിച്ചിരുന്നു കുട്ടികളെ. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബാബ അവ്യക്തമാകാൻ പോകുന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാനേ സാധിച്ചില്ല. तो इतना न्यारा साक्षी अशरीरी अर्थात कर्मातीत स्टेज बहुत काल से अभ्यास की तब अंत में भी वह स्वरूप अनुभव किया. അപ്പം ബാബ പറയണത് കുറേ നാളത്തെ, അതായത് വേറിട്ട സ്ഥിതി, അതുപോലെ സാക്ഷി സ്ഥിതി, അശരീരി സ്ഥിതി, കർമാതീത സ്റ്റേജ്, അതിൻ്റെ എല്ലാം അനേക കാലത്തെ ഈ അഭ്യാസമാണ് ബാബയെ അന്തിമത്തിലും ആ സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിച്ചത്. അനേക കാലത്തെ അഭ്യാസം ചെയ്തപ്പോൾ അന്തിമത്തിലും ബാബയ്ക്ക് അത് സഹജമായിട്ട് ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ബാബയ്ക്ക് വന്നില്ല. അതാണ് യഹ് ബഹുത്ത് കാൽക്ക അഭ്യാസ് കാമേ മാതാ ഹേ, ഈ വളരെ കാലത്തെ അഭ്യാസമാണ് പ്രയോജനത്തിൽ വരുന്നത് എന്ന് ബാബ പറയാം.
ऐसा नहीं सोचे कि अंत में देहबान छोड़ देंगे नहीं. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, അന്തിമത്തിൽ ദേഹാഭിമാനം കളയാം, അങ്ങനെ ചിന്തിക്കരുത്, അത് കഴിയില്ല. ബാബ പറയാം, ബഹുത്ത് കാൽ കാ അശരീരി പൻ കാ ദേഹ് സേ ന്യാരാ കരാവൻഹാർ സ്ഥിതി കാ അനുഭവ് ചാഹിയേ. വളരെ കാലത്തെ അശരീരി സ്ഥിതിയുടെ, അതുപോലെ ദേഹത്തിൽ നിന്നും വേറിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ആ ഒരു സ്ഥിതി, അതിൻ്റെ അനുഭവം നിങ്ങൾ വളരെ കാലത്തെ അഭ്യാസം വേണമെന്ന് പറയാം. എങ്കിൽ മാത്രമേ നമുക്ക് അന്തിമത്തിൽ ആ ഒരു അനുഭവം ചെയ്യാൻ സാധിക്കുള്ളൂ. അന്ധകാൽ ചാഹേ ജവാൻ ഹേ ചാഹേ ബൂഢാ ഹേ ചാഹേ തंदुरुस्त है चाहे बीमार है किसका भी कभी भी आ सकता है इसलिए बहुत काल സാക്ഷി പൻ കെ അഭ്യാസ് പർ അറ്റൻഷൻ ദോ. ബാബ പറയുന്നത് അന്തിമ സമയം എന്ന് പറയുന്നത് അത് യുവാവായാലും വൃദ്ധനായാലും ആരോഗ്യമുള്ള ഒരാളായാലും രോഗിയായാലും ഒക്കെ ആർക്കും എപ്പോഴും സംഭവിക്കാം, അല്ലേ? പെട്ടെന്നായിരിക്കും വരിക. അപ്പം അതാ ബാബ പറയുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് ഇതൊക്കെ നമുക്ക് അനുഭവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? അത്രയ്ക്കും തവണ നമ്മൾ ചെയ്ത അഭ്യാസം വേണം, അല്ലേ? അത്രയും നാളത്തെ നമ്മളുടെ അഭ്യാസമാണ് നമ്മളെ ആ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത്, പെട്ടെന്ന് സെക്കൻഡിൽ എത്തിക്കുന്നത്. അതാണ് ബാബ എന്താ പറയുന്നത്, ബഹുത്ത് കാൽ, വളരെയധികം കാലത്തെ സാക്ഷിയായിരിക്കുന്നതിൻ്റെ അഭ്യാസത്തിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കൂ. കാരണം എന്താണ്? അന്തിമ സമയം ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ അശരീരിയായിരിക്കുന്നതിൻ്റെ, സാക്ഷിയായിട്ടിരിക്കുന്നതിൻ്റെ ഒക്കെ വളരെ നാളത്തെ അഭ്യാസം നമുക്ക് വേണം. അതിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കൂ എന്ന് ബാബ പറയാം. चाहे कितनी भी प्राकृतिक आपदाएं आएगी, लेकिन यह अशरीरीपन की स्टेज आपको सहज, न्यारा और बाप का प्यारा बना देंगी. इसलिए बहुत काल शब्द को बाप दादा अंडरलाइन करा रहे हैं. അപ്പോൾ ബാബ പറയാണ്, എത്രമാത്രം പ്രകൃതിയിൽ നിന്നുള്ള ആപത്തുകളും ഒക്കെ വരും, പക്ഷേ ബാബ പറയുന്നത് ഈ അശരീരി സ്റ്റേജ് ഉണ്ടല്ലോ, അത് നിങ്ങളെ സഹജമായിട്ടും വേറിട്ടും അതുപോലെ ബാബയ്ക്ക് സ്നേഹിയുമായിട്ട് ഇരിക്കുന്നതിന് ഈ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ബാബ് ദാദ എന്താ ചെയ്യുന്നത്? ഈ ബഹുത്ത് കാൽ എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, അത് അണ്ടർലൈൻ ചെയ്യിപ്പിക്കുകയാണ്. അതായത് ബഹുത്ത് കാൽ, അനേക തവണ, അനേക കാലത്തെ അല്ലെങ്കിൽ അനേക തവണയുള്ള നിങ്ങളുടെ ഈ അഭ്യാസം, അതായത് അശരീരി ആയിരിക്കുന്നതിൻ്റെ അഭ്യാസമാണ് നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവുക അന്തിമ സമയത്ത്. അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും വരാലോ ദുരന്തങ്ങൾ, അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു അനേക തവണത്തെ അഭ്യാസമാണ് നിങ്ങളെ സഹായിക്കുക എന്ന് ബാബ പറയാം. ക്യാ ഭി ഹോ സാരേ ദിൻ മേം സാക്ഷി പൻ की स्टेज का, करावन हार की स्टेज का, अशरीरी पन की स्टेज का अनुभव बार बार करो, तब अंत മറ്റേ ഫരിസ്തേസോ ദേവത നിശ്ചിത് ഹേ. അപ്പോൾ ബാബ പറയുന്നത് എന്ത് തന്നെയായാലും മുഴുവൻ ദിവസവും നിങ്ങൾ സാക്ഷി സ്ഥിതിയുടെ, അല്ലെങ്കിൽ ചെയ്യിക്കുന്ന ആളെന്ന സ്ഥിതിയുടെ, അശരീരിയായിരിക്കുന്നതിൻ്റെ സ്ഥിതിയുടെ എല്ലാം അനുഭവം നിങ്ങൾ പലതവണ ചെയ്യൂ. അപ്പം നിങ്ങൾക്ക് അന്തിമത്തിൽ ഫരിസ്തയിൽ നിന്നും ദേവത എന്നുള്ളത് നിശ്ചിതമാണ് എന്ന് ബാബ പറയാം. बाप समान बनना है तो बाप निराकार और फरिश्ता है, ब्रह्मा बाप समान बनना अर्थात फरिश्ता സ്റ്റേജ് മേം രഹന. അപ്പം ബാബ പറയുന്നത് ബാബ് സമാനമായിട്ട് മാറണമെങ്കിൽ ബാബ എന്താണ്? നിരാകാരനാണ്. ബ്രഹ്മബാബയ്ക്ക് സമാനമായിട്ട് മാറുക അർത്ഥം എന്താണ്? ഫരിസ്ത സ്റ്റേജ് മേം രഹന, മാലാഖയായിരിക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥയിലുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലിരിക്കുക. മാലാഖയായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലിരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മബാബയ്ക്ക് സമാനമായി മാറുക എന്നതിൻ്റെ അർത്ഥം. ജൈസെ ഫരിസ്ത രൂപ സാകാർ രൂപമേം ദേക്ക, ബാത്ത് സുൻത്തെ, ബാത്ത് കർത്തെ, കാരോബാർ കർത്തെ, അനുഭവ് കിയാക്കി, ജൈസെ ബാപ്പ് ശരീരമേം ഹോത്തെ ന്യാരഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഈ സാകാര രൂപത്തിൽ, ബ്രഹ്മബാബയില് സാകാര രൂപത്തിൽ നിങ്ങൾ മാലാഖ സ്ഥിതിയുടെ അനുഭവം ചെയ്തിട്ടില്ലേ? അതായത് ബാബ
കാര്യങ്ങൾ കേൾക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നു. എന്നിട്ടും ബാബ നമ്മളെ കൊണ്ട് എങ്ങനെയാണ് അനുഭവം ചെയ്യിപ്പിച്ചത്? ബാബ ശരീരത്തിൽ ഉണ്ടായിരുന്നിട്ടും വേറിട്ട സ്ഥിതി, അങ്ങനെയൊരു അനുഭവമായിരുന്നു. അതായത് ഫരിസ്ത സ്റ്റേജ് സാകാരത്തിലെ തന്നെ ബാബ അനുഭവം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. കാര്യക്കോ ചോടുക്കർ അശരീരി ബന്ന യഹുത്തോ തോടാ സമയ ഹോ സക്താ ഹെ ലേക്കിൻ कार्य करते समय निकाल अशरीरी പവർഫുൾ സ്റ്റേജ് കാ അനുഭവ് കർത്തേ രഹോ. അപ്പം ബാബ പറയുന്നത് കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അശരീരിയാകുക എന്നുള്ളത് കുറച്ച് എളുപ്പമാണ് അല്ലെ, കുറച്ച് സമയം നമുക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അതിൽ നിന്ന് നിങ്ങൾ സമയമെടുത്ത് അശരീരിയായ പവർഫുൾ സ്റ്റേജിൻ്റെ അനുഭവം ചെയ്യിക്കണം. കാര്യമില്ലാതെ ഒരു കാര്യം ചെയ്യാതെ നമ്മൾ അശരീരിയായിരിക്കുന്ന ആ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം അനുഭവം ചെയ്യാൻ കഴിയുമെന്ന് പറയാം. പക്ഷേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആ മാലാക സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുക, അതാണ് വേണ്ടതെന്ന് പറയാം ബാബ. ആപ് സബ് ഫരിസ്തേ ഹോ, താങ്കൾ എല്ലാവരും മാലാകമാരാണ്. ബാപ് ദ്വാര इस ब्राह्मण जीवन का आधार ले संदेश देने के लिए साकार में कार्य कर रहे हो. നിങ്ങൾ ബാബ് ദാദയിലൂടെ ലഭിച്ച ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരമെടുത്ത് സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി സാകാരത്തിൽ വന്ന് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പം നിങ്ങളും ആരാണ്? മാലാകമാരാണെന്ന് ബാബ പറയാം. ഫരിസ്ത അർത്ഥാത് ദേഹ് മേം രഹത്തെ देह से न्यारा और यह एग्जाम्पल ब्रह्मा बाप को देखा है असंभव नहीं है. ഫരിസ്ത അർത്ഥം എന്താണ്? ദേഹത്തിൽ ഇരുന്നു കൊണ്ടും ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുക. ദേഹത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുക. ഇതിന് എക്സാമ്പിളായിട്ട് മാറിയത് ആരാണ്? ബ്രഹ്മാബാബ. ബ്രഹ്മാബാബയിലാണ് നമ്മളത് കണ്ടത്. അതുകൊണ്ട് ഇത് അസംഭവ്യമൊന്നുമല്ല എന്ന് ബാബ പറയാം, സംഭവ്യം തന്നെയാണ്. ദേക്ക അനുഭവിക്കുക, കണ്ടു അനുഭവം ചെയ്തു. ഇത് ബാബേനെ കാണുമ്പോഴേക്കും നമുക്ക് അനുഭവം ചെയ്യാണ് ഫരിസ്ത സ്റ്റേജ്. ഇതാണ് ബാബ. അതുപോലെ ആകണം എന്നാണ് ബാബ പറയുന്നത്. जो भी निमित्त है चाहे अभी विस्तार ज्यादा है लेकिन जितनी ब्रह्मा बाप की नई नॉलेज, नई जीवन, नई दुनिया बनाने की जिम्मेवारी थी उतनी अभी किसकी भी नहीं है. ബാബ പറയുന്നത് ഏത് നിമിത്താത്മാവായാലും ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം വിസ്താരമുണ്ട്. അതിലാദ്യം അത്രയ്ക്കധികം നമ്മുടെ യജ്ഞം ഇത്രയ്ക്കും വ്യാപിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ എന്ന് പറയുന്നത് അത്രയും അധികം വിസ്താരത്തിലാണ്. എങ്കിലും ബാബ പറയുന്നത് ബ്രഹ്മബാബയ്ക്ക് എങ്ങനെയായിരുന്നു ഈ പുതിയ അറിവ്, പുതിയ ജീവിതം, പുതിയ ലോകം ഉണ്ടാക്കണം എന്നുള്ള ആ ഉത്തരവാദിത്തം എങ്ങനെയാണോ ബ്രഹ്മബാബയ്ക്ക് ഉണ്ടായിരുന്നത്, അത് ഇപ്പൊ ആരിലും ഇല്ല എന്ന് പറയാം. അത്രയ്ക്കും ഇല്ല, ആരിലും അത് കാണപ്പെടുന്നില്ല. तो सबका लक्ष्य है ब्रह्मा बाप समान बनना अर्थात फरिश्ता बनना. അപ്പം എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മബാബയ്ക്ക് സമാനമായി മാറുക. അർത്ഥം എന്താണ്? ഫരിസ്തയായി മാറുക, മാലാകയായി മാറുക. ശിവബാബ് സമാൻ ബന്ന അർത്ഥാത് നിരാകാർ സ്ഥിതിമേം സ്ഥിത് ഹോന. ശിവബാബയ്ക്ക് സമാനമായി മാറുക അർത്ഥം എന്താണ്? നിരാകാര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. ബ്രഹ്മബാബയ്ക്ക് സമാനമായി മാറുക അർത്ഥം മാലാകയായി മാറുക. ശിവബാബയ്ക്ക് സമാനമായി മാറുക അർത്ഥം നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. അതാണ് ബാബ പറയുന്നത്. മുഷ്കിൽ ഹേ ക്യാ, അതായത് പരിശ്രമമുണ്ടോ, ഇതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുക. ബാപ്പ് ഓർ ദാദാ സേ പ്യാർ ഹേന, നിങ്ങൾക്ക് ബാബയോടും ദാദയോടും സ്നേഹമില്ലേ? तो जिससे प्यार है उस जैसा बनना, അതായത് ആരോട് സ്നേഹമുണ്ടോ അവരെ പോലെയാകണം. जब संकल्प भी है बाप समान बनना ही है तो कोई मुश्किल नहीं. സങ്കല്പവും കൂടി ഉണ്ടെങ്കിലോ ബാപ്പ് സമാനമായി മാറണം എന്നുള്ള സങ്കല്പവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഒന്ന്, നമുക്ക് ബാബയോടും ദാദയോടും വളരെയധികം സ്നേഹമുണ്ട്. സ്നേഹമുള്ളവരാണെങ്കിൽ എന്താണ്, സ്നേഹം അവരെ പോലെയായി മാറും. അതുമാത്രമല്ല വേറെന്തും കൂടിയുണ്ട്, സങ്കല്പവുമുണ്ട്. അപ്പൊ സങ്കല്പവുമുണ്ട്, സ്നേഹവും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പരിശ്രമമില്ല എന്ന് ബാബ പറയാം.
സിർഫ് ബാർ ബാർ അറ്റൻഷൻ. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പല തവണയുള്ള നമ്മുടെ ഈ പരിശ്രമം, നമ്മൾ എന്താണ് ശ്രമിക്കണം, പല തവണയുള്ള അഭ്യാസം, അതിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ബാർ ബാർ, അനേക പ്രാവശ്യം നമ്മളുടെ ആ അഭ്യാസം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ജീവൻ നഹി, സാധാരണ ജീവൻ ജീനെ വാലേ ബഹുത്ത് ഹേ. നിങ്ങൾ സാധാരണ ജീവിതമല്ല നിങ്ങളുടേത്, അല്ലെ? സാധാരണ ജീവിതം നമുക്കറിയാലോ, സാധാരണ ആളുകളുടെ ജീവിതം. അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഈ ബാബ പറയുന്നത് പോലെ ആകുമോ? ഒരിക്കലും ആവില്ല. അതാണ് സാധാരണ ജീവിതമല്ല. സാധാരണ ജീവിതം അനേകം ആളുകൾ ചെയ്യുന്നുണ്ട്. ബഡേ ബഡേ കാര്യ കർണേ വാലേ ബഹുത്ത് ഹേ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരും ധാരാളം ഉണ്ട്. പക്ഷെ ബാബ പറയുന്നത് ലേക്കിൻ ആപ് ജൈസ കാര്യ ആപ് ബ്രാഹ്മൺ ആത്മാവോം കെ സിവായി ഓർ കോയി നഹി കർ സക്താ ഹേ. ബാബ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അനേക ആൾക്കാരുണ്ട്, സാധാരണ ജീവിതം ജീവിക്കുന്ന അനേകരുണ്ട്. പക്ഷേ താങ്കളെ പോലെ കാര്യം ചെയ്യുന്ന, അത് താങ്കൾ ബ്രാഹ്മണ ആത്മാക്കളെ കൂടാതെ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാം ബാബ. കാരണം നമ്മളുടെ ഡെയിലി റൂട്ടീൻ വേറെയാണ്, അല്ലേ? നമുക്ക് ബാബ തന്നിട്ടുണ്ട് ഒരു റൂട്ടീൻ. പിന്നെ ബാബ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അഭ്യാസം ചെയ്യാനായിട്ട് തരുന്നു, ഇതൊക്കെയാണല്ലോ നമ്മുടെ റൂട്ടീൻ. അപ്പോൾ സാധാരണ ജീവിതത്തിലെ ജീവിതമാണോ? അല്ല. അതാണ് ബാബ പറയുന്നത്. तो आज स्मृति दिवस पर बाप दादा समानता में समीप आवो समीप आवो समीप आवो का वरदान दे रहे हैं. അപ്പോൾ ഇന്ന് സ്മൃതി ദിവസത്തിൽ ബാപ് ദാദ സമാനതാമേം സമീപാവ, അതായത് സമാനതയ്ക്ക് സമീപത്തിൽ, ബാപ് ദാദയുടെ ബ്രഹ്മബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ സമീപതയിലേക്ക് വരൂ, സമീപതയിലേക്ക് വരൂ, സമീപതയിലേക്ക് വരൂ എന്ന വരദാനമാണ് നൽകുന്നത്. സബി ഹദ് കെ കിനാരെ, ചാഹെ സങ്കൽപ്, ചാഹെ ബോൽ, ചാഹെ കർമ്മ, സംബന്ധ സമ്പർക്, കോയി ബി ഹദ് കാ കിനാര अपने मन की नैया को इन हद के किनारों से മുക്ത് കർ ദോ. അപ്പം ബാബ പറയുന്നത് എന്താണ്? എന്ത് പരിധിയുള്ള തീരങ്ങളും, അത് നിങ്ങളുടെ സങ്കല്പമാകട്ടെ, നിങ്ങളുടെ വാക്കുകളാകട്ടെ, കർമ്മമാകട്ടെ, സംബന്ധ സമ്പർക്കമാകട്ടെ, ഏത് പ്രകാരത്തിലുള്ള പരിധിയുള്ള തീരങ്ങളും താങ്കളുടെ മനസ്സിൻ്റെ തോണിയെ ഈ തീരങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കൂ. अभी से जीवन में रहते मुक्त ऐसा जीवन मुक्ति का अलौकिक അനുഭവ बहुत काल से करो. ഇപ്പം നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും മുക്തി ജീവൻ മുക്തിയുടെ അലൗകിക അനുഭവം വളരെ കാലം നിങ്ങൾ ചെയ്യൂ. വളരെ കാലത്തെ അഭ്യാസമാണല്ലോ നമ്മൾക്ക് പ്രയോജനത്തിൽ വരിക. അപ്പോൾ അത്രയും അധികം തവണ വളരെ കാലം നിങ്ങൾ ഈ ഒരു അനുഭവം ചെയ്യാൻ, അതായത് ശരീരത്തിൽ ഇരുന്നു കൊണ്ടും എന്താണ് മുക്തിയുടെ അനുഭവവും ജീവൻ മുക്തിയുടെ അനുഭവവും അനേക പ്രാവശ്യം ചെയ്യൂന്ന് ബാബ പറയാം. ബഹുത്ത് കാൽസേ കരോ, അച്ഛാ വളരെ നല്ലത്. चारों ओर के बच्चों के पत्र बहुत मिले हैं और मधुबन वालों की क्रोध मुक्त की रिपोर्ट समाचार भी बाप दादा के पास पहुंचा है. അപ്പോൾ ബാബ പറയണത് നാനാഭാഗത്തും നിന്നുള്ള കുട്ടികളുടെ എഴുത്തുകളെല്ലാം ധാരാളം കിട്ടിയിരിക്കുന്നു. അതുപോലെ മധുബനിലെ ആളുകളുടെയും ക്രോധമുക്ത് കി റിപ്പോർട്ട്, ക്രോധമുക്തമായിരിക്കുന്നതിൻ്റെ റിപ്പോർട്ടും, ഈ വാർത്തകളെല്ലാം ബാപ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ബാപ്ദാദ ഹിമ്മത്ത് പർ ഖുശ് ഹേ, ബാപ്ദാദയ്ക്ക് ഈ ധൈര്യം നിങ്ങൾ എടുത്തില്ലേ, അതിൽ ബാപ്ദാദ വളരെയധികം സന്തോഷമാണെന്ന് പറയാം ദാദയ്ക്ക്. और आगे के लिए सदा मुक्त रहने के लिए सहन शक्ति का कवच पहने रखना. तो कितना भी कोई प्रयत्न करेगा लेकिन आप सदा സേഫ് रहेगा. ബാബ പറയുന്നത് ഇനി മുന്നോട്ട് പോകുന്നതിനായിട്ട്, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ വാർത്തകളൊക്കെ ബാബയ്ക്ക് കിട്ടി, ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകണമല്ലോ. മുന്നോട്ട് പോകുന്നതിനായിട്ട് സദാ നിങ്ങൾ മുക്തമായിരിക്കുന്നതിനായിട്ട് എന്ത് വേണം? സഹനശക്തി എന്നുള്ള ആ കവചം നിങ്ങൾ അണിയൂ. സഹനശക്തിയുടെ കവചം അണിയുമ്പോൾ നിങ്ങൾക്ക് ആര് എത്ര തന്നെ പ്രയത്നിച്ചാലും നിങ്ങൾ സേഫായിട്ടിരിക്കും.
അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും മുക്തമായിരിക്കുന്നതിൻ്റെ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഇരിക്കാൻ വേണ്ടി ബാബ പറയുന്നത് സഹനശക്തി എന്ന കവചവും കൂടി നിങ്ങൾ അണിയൂ. അങ്ങനെ അണിയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. സദാ മുക്തമായിരുന്നിട്ട്, എല്ലാത്തിൽ നിന്നും മുക്തമായിരുന്നിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സഹനശക്തി എന്ന കവചം അണിയൂ എന്ന് ബാബ പറയാം. അപ്പം നിങ്ങൾ മറ്റുള്ളവർ എത്ര തന്നെ പരിശ്രമിച്ചാലും നിങ്ങൾ സദാ സേഫായിരിക്കും. ऐसे सर्व दृढ़ संकल्पधारी सदा स्मृति स्वरूप आत्माओं को, सदा सर्व समर्थियों को समय पर कार्य में लाने वाले विशेष आत्माओं को, सदा सर्व आत्माओं के रहमदिल आत्माओं को, सदा बाप दादा समान बनने के संकल्प को साकार रूप में लाने वाले ऐसे बहुत 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 प्यारे और न्यारे बच्चों को बाप दादा का याद प्यार और नमस्ते. അപ്പം ബാബ നമുക്ക് കുറേ ടൈറ്റിലുകൾ തന്നിട്ടാണ് യാദ് പ്യാർ പറയുന്നത്. അതായത് സർവ ദൃഢസങ്കല്പധാരികളായിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ സദാ സ്മൃതി സ്വരൂപരായിട്ടിരിക്കുന്ന ആത്മാക്കൾക്ക്, സദാ സർവസമർത്ഥിയോ എല്ലാ സമർത്ഥതയെയും സമയത്തിൽ കാര്യങ്ങളിൽ കൊണ്ടുവരുന്ന വിശേഷ ആത്മാക്കൾക്ക്, അതുപോലെ എല്ലാ ആത്മാക്കളോടും ദയ കാണിക്കുന്ന ആത്മാക്കൾക്ക്, അതുപോലെ ബാബ പറയുന്നത് സദാ ബാബ്ദാദയ്ക്ക് സമാനമായി മാറുന്നതിൻ്റെ സങ്കല്പം എടുത്തിരിക്കുന്ന ആത്മാക്കൾക്ക്, അത് സാകാര രൂപത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആത്മാക്കൾക്ക്, അതുപോലെ ബാബ പറയുന്നത് അത്രയ്ക്കും വളരെ വളരെ സ്നേഹവും അതുപോലെ വേറിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം സ്നേഹവുമുണ്ട്, അത് എന്നാൽ വേറിട്ടിരിക്കുന്നതുമായിട്ടുള്ള കുട്ടികൾക്ക് ഈ എല്ലാ ടൈറ്റിലുകളും ബാബ തന്നിട്ടാണ് നമുക്ക് ബാബ യാദ് പ്യാറും നമസ്തേയും തരുന്നത്. അപ്പോൾ ഹം റുഹാനി ബച്ചോं की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. ഇനി ബാബ ഡബിൾ ഫോറിനേഴ്സിനോട് പറയുന്നുണ്ട് കുറച്ച്. ഡബിൾ ഫോറിനേഴ്സ് കോ ഡബിൾ നശാഹേ. ഡബിൾ ഫോറിനേഴ്സിന് ബാബ പറയുന്നത് ഡബിൾ ലഹരിയാന്ന് പറയാം. ക്യൂം ഡബിൾ നശാഹേ, എന്തുകൊണ്ടാണ് ഡബിൾ ലഹരി? ബാബ ചോദിക്കാം. क्योंकि समझते हैं कि हम भी जैसे बाप दूरदेश के हैं ना, तो हम भी दूरदेश से आए हैं. അപ്പൊ ബാബ ചോദിക്കുക എന്തുകൊണ്ടാണ് ഡബിൾ ലഹരിയായിട്ടിരിക്കുന്നത്? അപ്പൊ ബാബ എന്നിട്ട് അതിന്റെ ഉത്തരം പറയാണ്. കുട്ടികൾ പറയാണ് എന്താണ്, ഞങ്ങള് ദൂരദേശത്തു നിന്ന് വരുന്നവരാണല്ലോ, ബാബയും ദൂരദേശത്തു നിന്ന് വരുന്നതാണ്. बाप दादा ने डबल विदेशी बच्चों की एक विशेषता देखी है कि दीप से दीप जगाते हुए अनेक देशों में बाप दादा के जगे हुए दीपकों की दिवाली मना दी है. ബാബ പറയുന്നത് ബാബ ഡബിൾ വിദേശികളുടെ ഈ ഒരു വിശേഷത ബാബ കണ്ടു. എന്താണ് കണ്ടത്? ദീപങ്ങളിൽ നിന്ന് ദീപം കത്തിച്ചുകൊണ്ട് അനേക ദേശത്തിൽ നിന്നും ബാബ്ദാദയിലൂടെ ദീപം തെളിയിച്ച എല്ലാ ദീപങ്ങളെയും ചേർത്ത് ദീപാവലി ആഘോഷിച്ചു അതിൽ. അപ്പോൾ ഓരോരോ ആത്മാക്കളെയാണ് ബാബ പറയുന്ന ദീപങ്ങളെന്ന്. ദീപത്തിൽ നിന്ന് ദീപം തെളിയിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് സന്ദേശം കിട്ടി, അവർ മറ്റൊരാൾക്ക് കൊടുത്തു, അപ്പോൾ എന്താണ്, ദീപം ഓരോ ദീപവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാബയുടെ സന്ദേശം കിട്ടുമ്പോൾ അല്ലേ. ഇങ്ങനെ ബാബ്ദാദയിലൂടെ തെളിഞ്ഞ എല്ലാ ദീപങ്ങളും ചേർന്ന് ദീപാവലി ആഘോഷിച്ചു എന്ന് പറയാ ബാബ. ഡബിൾ വിദേശിയോം കോ സന്ദേശ് ദേനെ കാ ഷോക്ക് അച്ഛാ ഹെ. ഡബിൾ വിദേശികൾക്ക് സന്ദേശം കൊടുക്കുക എന്നുള്ളതിന് വളരെയധികം ലഹരിയുണ്ട് അവർക്ക്. ഹർ ഗ്രൂപ്പ് മേ ബാപ് ദാദാനെ ദേക്കാ 35-40 ദേശോം കെ ഹോത്തെ ഹെ. അതായത് എല്ലാ ഗ്രൂപ്പിലും ബാബ്ദാദ കണ്ടത് എന്താണ്, 35-40 ദേശങ്ങളിൽ നിന്നും ഉണ്ട് കുട്ടികൾ. മുബാരക് ഹോ, അതിനെല്ലാം ബാബ ആശംസകൾ കൊടുക്കാം. സദാ സ്വയം ബി ഉഠ്തേ രഹോ ഓർ ഫരിസ്തേ ബൻകർ കെ ഉഠ്തേ ഉഠ്തേ സന്ദേശ് ദേത്തേ രഹോ.
അപ്പൊ ബാബ ഡബിൾ വിദേശി കുട്ടികളോട് എന്താ പറയുന്നത്? സദാ നിങ്ങൾ സ്വയവും പറന്നുകൊണ്ടിരിക്കൂ, അതുപോലെ നിങ്ങൾ ഫരിസ്തയായി മാറി പറന്ന് പറന്ന് നിങ്ങൾ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ ഡബിൾ ഫോറിനേഴ്സിനോട് പറയുന്നത്. അച്ഛാ ഹേ, വളരെ നല്ലത്. ആപ്പ് 35 देश वालों को बाप दादा नहीं देख रहा है और भी देश वालों को आपके साथ देख रहे हैं. നിങ്ങൾ 35 ദേശത്തിലുള്ള ആളുകളെ ബാബ കാണുന്നില്ല. ബാബ മറ്റുള്ള ദേശങ്ങളിലുള്ള കുട്ടികളെ നിങ്ങളുടെ കൂടെ കാണുകയാണ്. तो नंबर 1 ബാപ് സമാൻ ബന്നെ വാലെ ഹോന. അപ്പൊ നിങ്ങൾ നമ്പർ 1 ആയി ബാബയ്ക്ക് സമാനമായി മാറില്ലേ എന്ന് ചോദിക്കുക. നമ്പർ 1 की നമ്പർ വാർ ബന്നെ വാലെ ഹോ നമ്പർ 1. അപ്പൊ ബാബ ചോദിക്കണം, നമ്പർ വാർ ആയി മാറണോ അതോ നമ്പർ 1 ആയിട്ട് മാറണോ? നമ്പർ വാർ നെഹി, നമ്പർ വാർ വേണ്ട, നമ്പർ 1 ബന്ന, നമ്പർ 1 ആയി മാറണം. അർത്ഥാത് ഹർ സമയ വിൻ കർണേ വാലെ. നമ്പർ 1 ആയി മാറുക അർത്ഥം എന്താണ്? എല്ലാ സമയത്തും വിജയിക്കുക, അതാണ് നമ്പർ 1. ജോ വിൻ കർത്തേ ഹേ വഹ് 1 ഹോത്തേ ഹേ. ആരാണോ വിജയിക്കുന്നത് അവർ നമ്പർ 1ലേക്ക് വരും, അല്ലെ? തോ ഏസേ ഹോ നാ, അങ്ങനെയല്ലേ എന്ന് ബാബ ചോദിക്കാം. ബഹുത് അച്ഛ, വളരെ നല്ലത്. വിജയീ ഹേ ഓർ സദാ വിജയീ രഹനേ വാലേ. അപ്പൊ ബാബ പറയുന്നത് വിജയിയുമാണ്, അതുപോലെ സദാ വിജയിയായിട്ടിരിക്കുന്നവരുമാണ്. അച്ഛാ ഹേ, अच्छा और सभी को जहां जहां जाओ वहां यह स्मृति दिलाना कि सभी डबल फोरनर्स को 1 നമ്പർ ബനാനാ ഹേ, 1 നമ്പർ ബനാനാ ഹേ. അപ്പൊ ബാബ പറയുന്നത് എല്ലാവരും നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം ഈ സ്മൃതി നിങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കൂ. അതായത് ഡബിൾ ഫോറിനേഴ്സ് നമ്പർ 1 ആയി മാറുക തന്നെ വേണം എന്നുള്ള ആ ഒരു സ്മൃതി നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അപ്പോഴൊക്കെ ഈ സ്മൃതി ഉണർത്താൻ പറയാണ് ബാബ. അച്ഛ, വളരെ നല്ലത്. ബാബ് ദാദാ സബി മാതാവോം കോ गौपाल की प्यारी माताओं को बहुत बहुत दिल से याद प्यार दे रहे हैं और पांडव चाहे यूथ हो चाहे प्रवृत्ति वाले हो, पांडव सदा पांडव पति के साथी रहे हैं. ऐसे साथी पांडवों को भी बाप दादा बहुत बहुत याद प्यार दे रहे हैं. ഇനി ബാബ മാതാക്കൾക്കും പാണ്ഡവർക്കും കൊടുക്കാണ് എന്താണ്? യാദ് പ്യാർ കൊടുക്കുക. അതായത് മാതാക്കൾക്ക്, അതായത് ഗോപാലൻ്റെ വളരെ പ്യാരിയായിട്ടുള്ള മാതാക്കൾക്ക് വളരെ വളരെ ഹൃദയത്തിൽ നിന്നുമാണ് അവർക്ക് യാദ് പ്യാർ കൊടുക്കുന്നത്. അതുപോലെ പാണ്ഡവർ, അവർ യൂത്താണോ അല്ലെങ്കിൽ യൂത്ത് ആയിരിക്കട്ടെ അല്ലെങ്കിൽ പ്രവൃത്തി വാലയിലുള്ള ആളുകളായിരിക്കട്ടെ, പാണ്ഡവർ എന്ന് പറയുന്നത് സദാ പാണ്ഡവപതിക്ക് സാത്ത്, അതായത് പാണ്ഡവര് സദാ പാണ്ഡവപതിയുടെ കൂടെയാണ്. അങ്ങനെ സാത്തിയായിട്ടിരിക്കുന്ന ആ പാണ്ഡവർക്കും ബാബ് ദാദ വളരെ വളരെ യാദ് പ്യാറ് കൊടുക്കാണ് ബാബ. സ്നേഹസ്മരണ മാതാക്കൾക്കും വളരെ വളരെ സ്നേഹസ്മരണ കൊടുത്തിട്ടുണ്ട്, പാണ്ഡവർക്കും വളരെയധികം സ്നേഹസ്മരണ ബാബ കൊടുക്കുകയാണ്. ഇനി ബാബ ദാദിജിയുടെ അടുത്ത് കുറച്ച് പറയുന്നുണ്ട്. ആജ് കെ ദിൻ ക്യാ യാദ് ആതാ ഹേ, ഇന്നത്തെ ദിവസം എന്താണ് ഓർമ്മ വരുന്നതെന്ന് ദാദിജിയോട് ചോദിക്കുക. വിൽ പവർ മിലി ഹേന, അതായത് വിൽ പവർ കിട്ടിയില്ലേ? വിൽ പവേഴ്സ് കാ വരദാൻ ഹേ, വിൽ പവേഴ്സിന്റെ വരദാനമുണ്ട്. ബഹുത് അച്ഛാ പാർട്ട് ബജായ ഹേ ഇസ്കി മുബാരക് ഹേ, വളരെ നല്ല പാർട്ടാണ് അഭിനയിക്കുന്നത്, അതിന് വളരെയധികം ആശംസകൾ കൊടുക്കാണ് ബാബ ദാദിജിക്ക്. സബീ കി ദുആയേ ആപ്കോ ബഹുത്ത് ഹേ, അതായത് എല്ലാവരുടെയും ആശീർവാദങ്ങൾ താങ്കൾക്ക് ധാരാളമുണ്ട് എന്ന് പറയാം. ആപ്കോ ദേഖ് കർക്കേ ഹി സബി ഖുശ് ഹോ ജാത്തേ ഹേ, താങ്കളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാകുന്നു. ബോലോ യാ നഹി ബോലോ, നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, താങ്കളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നു എന്ന് ബാബ പറയാ. ആപ്കോ കുച്ച് ഹോത്താ ഹേ നാ തോ സബ് ഏസേ സമജ്തേ ഹേ
ഹംകോ ഹോ രഹാ ഹേ. അപ്പൊ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത്? ദാദിക്ക് സംഭവിച്ചു എന്നല്ല, ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന്. കാരണം അത്രയ്ക്കും സ്നേഹമാണ് അവർക്ക് ദാദിയോടെന്ന് പറയാം. ഇത്തനാ പ്യാർ ഹേ, അത്രയ്ക്കും സ്നേഹമാണ്. സബീകാ ഹേ, എല്ലാവർക്കുമുണ്ട്. ഹമാരാ ബി സബ്കാ ബഹുത്ത് പ്യാർ ഹേ, അതായത് ഞങ്ങൾക്കും എല്ലാവരോടും സ്നേഹമുണ്ടെന്ന് ബാബ പറയാം. പ്യാർ തോ ഹേ ബഹുത്ത് സബീസെ, എല്ലാവരോടും വളരെയധികം സ്നേഹം തന്നെയാണ്. യഹ് പ്യാർ ഹി സബീ കോ ചലാ രഹാ ഹേ, ഈ സ്നേഹം തന്നെയാണ് എല്ലാവരെയും നടത്തിക്കുന്നത് എന്ന് ബാബ പറയാം. ധാരണ കം ഹോ സ്യാദാ ഹോ ലേക്കിൻ പ്യാർ ചലാ രഹാ ഹേ. അപ്പൊ ധാരണ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ചിലർക്ക് ധാരാളം ഉണ്ടായിരിക്കും, ചിലർക്ക് കുറച്ചായിരിക്കും ധാരണ ഉണ്ടാകുക. പക്ഷേ സ്നേഹം എന്ന് പറയുന്നതോ എല്ലാവർക്കും നന്നായിട്ടുണ്ട്. ഈ സ്നേഹം തന്നെയാണ് നടത്തുന്നത് എന്ന് ബാബ പറയാം. ധാരണ കുറച്ചാണെങ്കിലും അല്ലെങ്കിൽ കൂടുതലായിക്കോട്ടെ, പക്ഷെ ഈ സ്നേഹം എല്ലാവർക്കുമുണ്ട്. ഈ സ്നേഹം തന്നെയാണ് മുന്നോട്ട് നടത്തുന്നത്. ബഹുത് അച്ഛ, വളരെ നല്ലതെന്ന് ബാബ പറയാം. പിന്നെ ബാബ വേറൊരു ദാദിയുണ്ട്, ഈശു ദാദി എന്ന് പറഞ്ഞിട്ട്. ഈശു ദാദിയോട് പറയാണ്, ഇസ്നെ ബി ഹിസാബ് ചുക്തു കർലിയ, അതായത് കണക്കുകളെല്ലാം തീർത്തിരിക്കുന്നു. കോയി ബാത്ത് നഹി, ഇനി വേറെ ഒന്നുമില്ല. ഇസ്കാ സഹജ് പുരുഷാർത്ഥ് സഹജ് ഹിസാബ് ചുക്തു, സഹജ് ഹി ഹോ ഗയാ സോത്തെ സോത്തെ. ഇപ്പൊ ബാബ പറയുന്നത് ഈ ഈശുദാദിയുടെ സഹജമായ പുരുഷാർത്ഥം സഹജമായിട്ട് തന്നെ എല്ലാ കണക്കുകളെയും തീർത്തു. സഹജമായിട്ട് തന്നെ പോയി, ഉറങ്ങി അങ്ങനെ സഹജമായി തന്നെ പോയി എന്ന് പറയാം. ആരാമില വിഷ്ണു കെ മുഫാഫിക്, വിഷ്ണുവിനെ പോലെ വളരെ ശാന്തമായി, വളരെ വിശ്രമാവസ്ഥയിൽ. അച്ഛാ ഫിർ ബി സാഗാർ സെ അബി തക് യജ്ഞ രക്ഷക് ബനെ ഹേ, അതായത് സാഗാരം തൊട്ട്, അതായത് സാഗാര ബാബ ഉള്ള സമയം മുതൽ ഇതുവരെ യജ്ഞത്തിന്റെ രക്ഷകയായി മാറി. തോ യജ്ഞ രക്ഷക് ബന്നേക്ക് ദുആയേ ബഹുത്ത് ഹോത്തി ഹേ. ബാബ പറയുന്നത് യജ്ഞരക്ഷകയാകുക എന്നുള്ള അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ ആ അനുഗ്രഹങ്ങള്, ആശീർവാദങ്ങള് ധാരാളമുണ്ട് എന്ന് പറയാം ബാബ ഈശുദാദിയോട്. സബി ദാദിയാം ബാബ് ദാദാക്കെ ബഹുത്ത് ബഹുത്ത് സമീപ് ഹേ, എല്ലാ ദാദിമാരും ബാബ് ദാദയുടെ വളരെ സമീപത്താണ്. സമീപ് രത്ന ഹേ, എല്ലാവരും സമീപ രത്നങ്ങളാണ്. ഓർ സബ്കോ ദാദിയോം കാ മൂല്യ ഹേ, എല്ലാവർക്കും ദാദിയുമാരെന്ന് പറയുമ്പോൾ വളരെയധികം മൂല്യമാണ് എല്ലാവർക്കും. സംഘടൻ ബി അച്ഛാ ഹേ, നിങ്ങളുടെ സംഘടനയും വളരെ നല്ലതാണ്. ആപ്പ് ദാദിയോം കെ സംഘടനെ ഇത്തനാ വർഷ യജ്ഞ കി രക്ഷാ കി ഹേ, താങ്കൾ ദാദിമാരുടെ സംഘടന തന്നെയാണ് ഇത്രയും വർഷം യജ്ഞത്തെ രക്ഷിച്ചത്. ഓർ കർത്തേ രഹേഗേ, അതായത് ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും, രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവരുടെ ഈ സംഘടന തന്നെയാണ്, അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് ബാബ പറയാ. യഹ് ഏകത സബി സഫലത കാ ആധാർ ഹേ, ഈ ഏകതയാണ് എല്ലാ സഫലതയുടെയും ആധാരം എന്ന് ബാബ പറയാം. ബാബ ബീച്ച് മേം ഹേ, ബാബാക്കോ ബീച്ച് മേം രക്കാ ഹേ, ബാബ ഇടയിലുണ്ട്. ബാബയെ അവരിടയിൽ വെച്ചുകൊണ്ട് അവര് ദാദിമാരൊക്കെ മുന്നോട്ട് പോയി അല്ല. അപ്പൊ അതുകൊണ്ട് എന്തായി, അവര് ഏകതയുണ്ട് അവർക്ക്, ബാബ അവരുടെ ഇടയിലുണ്ട്. അപ്പൊ എന്തായി, എല്ലാ കാര്യങ്ങളിലും സഫലത. യഹ് അറ്റൻഷൻ ബഹുത്ത് അച്ഛാ ദിയാ ഹേ, അവര് ആ ഒരു ശ്രദ്ധ അവര് വളരെ നന്നായി ചെയ്തിരുന്നു. ബാബയെ അവരെപ്പോഴും അവർക്ക് ഇടയിൽ വെച്ചിരുന്നു അല്ലെ. ബാബയുണ്ട് കൂടെ എന്നുള്ള ആ ഒരു അനുഭവത്തിലൂടെയും പിന്നെ അവരുടെ ഏകതയാണ് അവരുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള അവരുടെ പവർ. അതിലൂടെയും എന്താണ് അവർക്ക് ഉണ്ടായത്, എല്ലാ കാര്യങ്ങളിലും സഫലത കൊണ്ടുവരാൻ സാധിച്ചു. അച്ഛാ സബി ടേക്ക് ഹേ, വളരെ നല്ലത്, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയാം. ഇനി ബാബ വരദാനം പറയുന്നത്, സർവ സംബന്ധോം സേ ഏക് ബാപ്പ് കോ അപ്നാ സാത്തി ബനാനെ വാലേ സഹജ പുരുഷാർത്ഥി ഭവ, അതായത് സർവസംബന്ധങ്ങളിൽ നിന്നും
ഒരേ ഒരു ബാബയെ തൻ്റെ സാത്തി, തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ബാപ്പ് സ്വയം സർവ സംബന്ധോം സെ സാത്ത് നിഭാനെ കി ഓഫർ കർത്തേ ഹെ. ബാബ പറയാണ്, ബാബ സ്വയം എല്ലാ സംബന്ധങ്ങളെയും കൂടെ നിന്ന് എല്ലാ സംബന്ധങ്ങളും ചെയ്യാന്നുള്ള ആ ഒരു ഓഫർ ബാബ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഏത് സംബന്ധം വേണോ നിങ്ങൾക്ക്, അതെല്ലാം നിങ്ങൾ എന്നിൽ വെക്കും എന്നല്ലേ ബാബ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഓഫർ ബാബ നമുക്ക് നൽകിയിട്ടുണ്ട്. ജൈസാ സമയ് വൈസാ സംബന്ധ സേ ബാപ്പ് കെ സാത്ത് രഹോ ഓർ സാത്തി ബനാവോ. എങ്ങനെയാണോ സമയം അതിനനുസരിച്ചുള്ള സംബന്ധം നിങ്ങൾ ബാബയിൽ വെക്കൂ, ബാബയെ കൂടെ വെക്കൂ, ബാബയെ സാത്തിയാക്കി മാറ്റൂ. ജഹാം സദാ സാത്ത് ബി ഹേ और साथी भी है वहां कोई मुश्किल हो नहीं सकता. എവിടെയൊക്കെ സദാ നമ്മുടെ കൂടെയുണ്ടോ और സദാ നമ്മുടെ സാത്തിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുക സാധ്യമല്ല. ജബ് കബി അപ്പനെ കോ അക്കേല അനുഭവ് കരോ തോ ഉസ് സമയ ബാപ്പ് കെ ബിന്ദു രൂപ കോ യാദ് നഹി കരോ. प्राप्तियों की लिस्ट सामने लाओ. भिन्न भिन्न समय के रमणीक अनुभव की कहानियां स्मृति में लाओ. सर्व संबंधों के रस का अनुभव करो तो मेहनत समाप्त हो जाएगी और सहज പുരുഷാർത്ഥ് ബൻ ജായേങ്കെ. അപ്പം ബാബ പറയുന്നത്, എപ്പോഴൊക്കെ നിങ്ങൾക്ക് തനിയെ ആകുന്നു തോന്നുന്നുവോ അല്ലെ, അപ്പോഴൊക്കെ നിങ്ങൾ ബാബയുടെ ബിന്ദു രൂപം ആ സമയത്ത് ഓർക്കരുതെന്ന് പറയാം. അതായത് നമ്മൾക്ക് തനിയാണെന്നുള്ള അനുഭവം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബാബയുടെ ആ സമയത്ത് ബാബയുടെ ബിന്ദു രൂപം നിങ്ങൾ ഓർക്കരുത്. എന്താണ് ഓർക്കേണ്ടത്? ബാബയിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രാപ്തികളുടെ ലിസ്റ്റ് നിങ്ങൾ കൊണ്ടുവരും, മുന്നിൽ കൊണ്ടുവരും. എന്തൊക്കെ പ്രാപ്തികൾ എനിക്ക് ബാബയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് കൊണ്ടുവരും. അതുപോലെ ഭിന്ന ഭിന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആ രമണീകത അല്ലെ, അതിൻ്റെ കഥകളെല്ലാം നിങ്ങൾ സ്മൃതിയിൽ കൊണ്ടുവരൂ. അതുപോലെ സർവസംബന്ധത്തിലൂടെയും നിങ്ങൾ അനുഭവം ചെയ്തിട്ടുണ്ട് ബാബയുടെ അല്ലെ, അതിൻ്റെ രസം അതും നിങ്ങൾ കൊണ്ടുവരൂ. അതൊക്കെയാണ് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെഹനത്ത്, നിങ്ങളുടെ പരിശ്രമം എല്ലാം സമാപ്തമായിക്കൊള്ളും, സഹജമായി നിങ്ങൾ പുരുഷാർത്ഥിയായി മാറും എന്ന് ബാബ പറയാം. സ്ലോഗൻ, ബഹുരൂപി ബൻ മായാ കെ ബഹുരൂപോം കോ പരക് ലോ തോ മാസ്റ്റർ മായാപതി ബൻ ജായേങ്കെ. അതായത് ബഹുരൂപിയായി മാറി മായയുടെ ബഹുരൂപങ്ങളെ നിങ്ങൾ തിരിച്ചറിയൂ. അങ്ങനെ നിങ്ങൾ മാസ്റ്റർ മായാപതിയായി മാറാം അല്ലെ. ബഹുരൂപിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് നിർണയം ചെയ്യാൻ സാധിക്കും? മായയുടെ ബഹുരൂപങ്ങളെ നിങ്ങൾക്ക് നിർണയം ചെയ്യാൻ സാധിക്കും. അപ്പം ബഹുരൂപിയായി മാറി മായയുടെ ബഹുരൂപങ്ങളെ നിങ്ങൾ തിരിച്ചറിയൂ എങ്കിൽ മാസ്റ്റർ മായാപതി ബഞ്ചായെങ്കിൽ മാസ്റ്റർ മായാപതിയായിട്ട് തീരാം എന്ന് ബാബ പറയാം. ഓം ശാന്തി. ഒരു മിനിറ്റ് നമുക്ക് ബാബനെ ഓർമ്മിക്കാം. जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे. श्रेष्ठ कर्म का आधार है खुद का कर लो दर्शन.
दर्शन, यही जीवन का सार है, यही जीवन का सार है। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा पल पाओगे। शुभ संकल्प तो जीवन में फिर दुख कैसा, जब अंतर में शुभ भावना तो दिल में सुख सावन जैसा। हार कर जो ना हारे जीत उसी की होती है, घनघोर अंधेरे में भी जलती जगमग उसकी ज्योति है। जैसा देखोगे तुम वैसा बन जाओगे, जैसा चाहोगे तुम वैसा बन जाओगे। सूरज है तो है किरण, बादल है तो है पवन, प्राण है तो है तन मन, सात सुरों में है सरगम। जो धरती है तो है सागर, जल थल है तो है जीवन, जीवन है तो है भगवन। भगवान के संग समय जैसा कर्म करोगे वैसा पाओगे फल, जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा पल पाओगे। श्रेष्ठ कर्म का आधार है खुद का कर लो दर्शन, यही जीवन का सार है, यही जीवन का सार है। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे, जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे। ओम शांति। ओम शांति। ओम शांति।